ഹലോ ഹലോ വിവാൻ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന വെബിനാറിന്റെ ഒരു സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അറിവുകൾ നമുക്ക് എവിടെ നിന്നാണോ നമുക്ക് കിട്ടുന്നത് അതിനെ തേടി പിടിക്കുക. നമ്മളുടെ സ്കിൽസിനെ നമുക്ക് ബൈ പ്രാക്ടീസിലൂടെ നമുക്ക് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മൾ ഡെവലപ്പ് ആകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന്റെ പ്രോസസ്സിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു സാധനമാണ് സെൽഫിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്, നമ്മളെ തിരിച്ചറിയുക എന്നുള്ളത്. നമ്മൾ ആരാണ്, നമ്മളുടെ വീക്ക്നെസ്സുകൾ, നമ്മളുടെ സ്ട്രെങ്ത്തുകൾ, നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസുകൾ, ഇങ്ങനെ തുടങ്ങി സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ WHO പുറത്തിറക്കിയിട്ടുള്ള ലൈഫ് സ്കിൽസിലെ നമ്പർ 1 ആണ് സെൽഫ് അവയർനെസ്. അതല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയും നമ്മൾ തന്നെയാണ്. സെൽഫ് ഡെവലപ്മെന്റ് എന്ന് പറയും, പേഴ്സണൽ ഡെവലപ്മെന്റ്. നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് കാണുന്ന നമ്മളും ഒരു 5 വർഷം കഴിയുന്ന കാണുന്ന നമ്മളും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും, നീ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നിന്നെ ഒരുപാട് മാറ്റങ്ങളായല്ലോ എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചോദിക്കണമെങ്കിൽ നമ്മളിൽ ഒരു സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് ആദ്യം നമ്മളെ തിരിച്ചറിയണം. നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രോസസ്സിലേക്ക്, സെൽഫ് ലവിലേക്ക്, സെൽഫ് ആക്സെപ്റ്റൻസിലേക്ക്, സെൽഫ് റെസ്പെക്റ്റിലേക്ക്, സെൽഫ് എസ്റ്റീമിലേക്ക് ഒക്കെ സഞ്ചരിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരാണ്, അങ്ങനെ നമ്മളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നമ്മളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, നമ്മളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു നെഗറ്റീവ് അല്ലേ എന്ന് പലപ്പോഴും ചില ആളെങ്കിലും ചിന്തിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഡെവലപ്മെന്റ് സംഭവിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ളവരിൽ വികസനം സാധ്യമാവുക. നമ്മൾ നന്നാകുന്നു, നമ്മൾ പരിപോഷിക്കുന്നു, നമ്മൾ വികസിക്കുന്നു, നമ്മൾ സംസ്കരിക്കപ്പെടുന്നു, നമ്മൾ സമുദ്രിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചുറ്റിലും വികസനം നടക്കും, അതല്ലെങ്കിൽ ഡെവലപ്മെന്റ് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ കണ്ടു വളരുന്ന നമ്മുടെ മക്കൾ, നമ്മളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മളെ കാണുന്ന ആളുകൾ, നമ്മളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിന്റെ ഇൻഫ്ലുവൻസിങ് സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. നമ്മളിലൂടെ എത്ര ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു, ഒന്നും പറയണ്ട. നമ്മുടെ ജീവിതം കണ്ടിട്ട്, നമ്മളുടെ വാക്കുകള്, നമ്മളുടെ പ്രവർത്തനങ്ങള്, നമ്മളുടെ ഇടപെടലുകള്, നമ്മളുടെ പഠനങ്ങള്, നമ്മളുടെ യാത്രകള്, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ടോ, അവരിൽ ഒരു സ്വാധീനം ചെലുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അല്ലെ, നമ്മൾ ആലോചിക്കുക. അപ്പൊ നമ്മളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തേടി വരുന്ന ഒരു സമയം അല്ലെ, നമ്മളെ തേടി ആളുകൾ, നമ്മളെ തേടി മനുഷ്യർ വരുന്ന ഒരു സമയം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുക, നമ്മളിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുക, അതിന് നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സെഷനുകൾ സെഷനുകൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക, കൊതിക്കുക, നമ്മൾ അറ്റൻഡ് ചെയ്യുക, നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, നോളജുകൾ നമ്മൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. ദ റിയൽ ഇൻട്രോവേർട്ട് എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് ഇവിടെ സമാരംഭം കുറിക്കുന്നത്. നമുക്ക് ഇതിനു മുമ്പ് മറ്റൊരു സെഷൻ നമ്മുടെ ഈ ഇന്നത്തെ ഫാക്കൽറ്റി ആയിട്ടുള്ള മുഹമ്മദ് റാഫി സാറ്, സൈക്കോളജിക്കൽ കൗൺസിലറും ട്രെയിനറും ആയിട്ടുള്ള സാറിന്റെ മറ്റൊരു സെഷൻ നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അനുബന്ധം എന്നോണം ഇന്ന് നമ്മൾ വീണ്ടും മറ്റൊരു വെബിനാർ സംഘടിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ സാറിന്റെ തന്നെ ഒരു കോഴ്സ്, ഇനിയഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഒരു കോഴ്സ് നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട്
ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ നമുക്ക് ഏകദേശം കുറച്ച് അഡ്മിഷൻസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് കടന്നു വരാം. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ സാർ അത് നിങ്ങളോട് പറയും, എന്താണ് ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ് അതുമായി ബന്ധപ്പെട്ട് പറയും. ഇന്നത്തെ സെഷനും അതിനോട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട ലേണേഴ്സിനും വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമ്മളുടെ ഫാക്കൽറ്റി മുഹമ്മദ് റാഫി സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. റാഫി സാർ പ്ലീസ്. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. നമ്മൾ മുമ്പ് ഇതേപോലെ ഒരു സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആ ഒരു സെഷനിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് എൻ്റെ ഫേസ് ഓർമ്മ ഉണ്ടാവും. ഞാനത് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പേര് മുഹമ്മദ് റാഫി എന്നാണ്, സൈക്കോളജി കൗൺസിലർ ആണ്, വയനാടാണ് സ്വദേശം വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഉള്ള കൂടുതൽ ഡീറ്റെയിലിംഗ് പറയുന്നതിലുപരി നമുക്ക് നിങ്ങൾ എല്ലാവരും ഇന്നത്തെ ടോപ്പിക് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്ന ആളുകളായിരിക്കും അല്ലെ. നിങ്ങൾ ഇന്ന് ഹെഡിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, ഇൻട്രോവേർട്സ്. നമ്മുടെ സമൂഹത്തിലും മെയിൻലി നമ്മളിപ്പോ ജീവിക്കുന്നത് എന്താ പറയാ, ഒരു നല്ലൊരു ശതമാനവും സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ പറയാം. കാരണം നമുക്ക് കൂടുതൽ ആളുകളെ കണക്ട് ചെയ്യുന്നത്, ലോക കാര്യങ്ങൾ അറിയുന്ന മാധ്യമം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയയിൽ പൊതുവെ നമ്മൾ കാണാറുണ്ട് ഇൻട്രോവേർട്സ്. ഇപ്പൊ ഞാൻ എന്താ പറയുക, ഇൻട്രോവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടുന്ന ആളുകളുണ്ട്, ഒരു ലോൺലി ലൈഫിലേക്ക് വരുന്ന. അപ്പോൾ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഇതാണ് ഇൻട്രോവേർട്സ്, ഇങ്ങനെയാണ് ഇൻട്രോവേർട്സ് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ കുറച്ച് ആളുകളെ എനിക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇവിടെ കറണ്ട് പോയി, ഒരു മിനിറ്റ് വോയിസിൽ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളോട് ഞാനിപ്പോ ചോദിക്കുകയാണ് എന്താണ് ഇൻട്രോവേർട്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ആൻസർ ഉണ്ടാവും, ഇതാണ് ഇൻട്രോവേർട്ട്, ഇങ്ങനെയാണ് ഇൻട്രോവേർട്ട് ഉണ്ടാവുക, ഞാൻ മനസ്സിലാക്കിയ ഇൻട്രോവേർട്സ് ഇങ്ങനെയാണ്, അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡെഫിനിഷൻ തരാൻ പറ്റും. ഓക്കെ, അപ്പോ റിയൽ ആയിട്ടുള്ള ഇൻട്രോവേർട്സ് ആരാണ്, എന്താണ് റിയൽ ആയിട്ടുള്ള ഇൻട്രോവേർട്സ്, ഇത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ക്ലാസിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്ന ആളുകൾക്ക് എല്ലാവർക്കും വീഡിയോ ഓൺ ആക്കാം. കാരണം നമ്മളൊരു ക്ലാസ്സിന്റെ ആ ഒരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് അത് എനിക്കും ഉപകാരപ്പെടും, നിങ്ങൾക്കും ഉപകാരപ്പെടും. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവരും ഇവിടെ എന്താ പറയാ, നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇപ്പോഴത്തെ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു മോഡിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഈവൻ നമുക്ക് എന്താ പറയുക കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ കിട്ടില്ലെങ്കിലും നമുക്ക് ആ ഒരു ഫീല് കിട്ടും. ഒരാളെ കണ്ട് സംസാരിക്കുന്നത്, നമ്മൾ ഒരു ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ ലൈവായിട്ട് ഇരിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് നമ്മളെ ആ ഒരു ക്ലാസ്സിൽ കുറച്ചും കൂടെ അവെയർ ആകാൻ സഹായിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ കഴിയുന്നതും എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്തിട്ട് ഇരിക്കുക. അപ്പൊ നിങ്ങളെ തന്നെ ഞാൻ നോക്കിയിരിക്കത്തൊന്നുമില്ല, ജസ്റ്റ് അവിടെ ആളുകൾ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇൻട്രോവേർട്സ്, അതായത് പേഴ്സണാലിറ്റീനെ ബേസിക് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു 3 തരാണ് ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാവർക്കും നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും, ഞാൻ ഏത് ടൈപ്പ് ആയിരിക്കും അല്ലെ. നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഏത് ടൈപ്പാണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണോ. എനിക്ക് അങ്ങനെ പൊതു സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ഒരു ഫിയർ വരാറുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷന് പോവുകയാണെങ്കിലോ ഒരു ആൾക്കൂട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ എനിക്കൊരു ഫിയർ വരാറുണ്ട്. സോ ഞാനൊരു ഇൻട്രോവേർട്ട് ആണോ, എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടോ. എനിക്കൊരു സ്റ്റേജിൽ കയറിയിട്ട് ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. ഒരാളോട് നേരിട്ട് ഒരു പുതിയൊരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തിയോട് ഒരു കാര്യത്തെ കുറിച്ച് സംവദിക്കുമ്പോൾ എനിക്കൊരു ഫിയർ വരാറുണ്ട്. സോ ഞാൻ ഇൻട്രോവേർട്ട് ആണോ. അല്ല, ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ നമ്മുടെ ഉള്ളിലൊക്കെ വരാറില്ലേ. അപ്പൊ നമുക്ക് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഇൻട്രോവേർട്ട് ആണോ അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് ആണോ ആംബിവേർട്ട് ആണോ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇത് 3 സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഇൻട്രോവേർട്ട് എന്നുള്ളതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മലയാളം എന്ന് പറയുന്നത് അന്തർമുഖരായിട്ടുള്ള ആളുകൾ, അതായത് കൂടുതൽ ഉൾവലിയപ്പെട്ട ആളുകൾ എന്നാണ് ഇതിന്റെ ഒരു മലയാള വ്യാഖ്യാനം എന്ന് പറയുന്നത്. നമുക്ക് ആംബിവേർട്ട് കാറ്റഗറി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെയും മിഡിൽ കിടക്കുന്നത്, എക്സ്ട്രോവേർട്ടിന്റെയും ഇൻട്രോവേർട്ടിന്റെയും മിഡിലുള്ള ടൈപ്പാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. എക്സ്ട്രോവേർട്ട് നമുക്കറിയാം, വളരെ ഊർജ്ജസ്വലരായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാൻ പോലും കഴിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ചില ആളുകളെ, അവർക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിലിരിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻഗേജഡ് ആയിട്ടുള്ള, അവർ ഓൾറെഡി എപ്പോഴും ബിസി ആയിക്കൊണ്ടിരിക്കാൻ അവർക്ക് ഇഷ്ടം. അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് വല്ലാത്ത സമ്മർദ്ദം വരാൻ തുടങ്ങും. ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രോവേർട്സ് എന്ന് പറയാം. അവർക്ക് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. റെസ്റ്റ്ലെസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക,
അതാണ് അവരെ ഏറ്റവും കൂടുതൽ എൻഗേജഡ് ആക്കുന്നത്, അവരെ സന്തോഷിപ്പിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വശമാണ് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗൂഗിളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലൊക്കെ നോക്കാൻ ഒരുപാട് ടൈപ്പ് ഓഫ് ഡെഫിനിഷൻസ് കാണാൻ പറ്റും. ഇതിൽ നിന്നൊക്കെ ചുരുക്കിയിട്ട് ഞാനൊരു ഡെഫിനിഷൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചുരുക്കിയ ഒരു ഡെഫിനിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. അപ്പൊ നിങ്ങളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, എന്താണ് ഇൻട്രോവേർട്സ്? ഓക്കെ, ഇൻട്രോവേർട്സിനെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം: ശാന്ത പ്രകൃതരായിട്ടുള്ള, ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഏകാന്തതയിൽ നിന്നും ഊർജം കൈവരിക്കാൻ കഴിയുന്ന, അകത്തളത്തിൽ സംസാരിക്കാനും സംവദിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇൻട്രോവേർട്സിനെ വിലയിരുത്താം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം: ശാന്ത പ്രകൃതരായിട്ടുള്ള, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്നത് ആസ്വദിക്കാൻ കഴിയുന്ന, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിലും കൂടുതൽ ഊർജം കൈവരിക്കാൻ കഴിയുന്ന, അതേപോലെ തന്നെ സ്വന്തം തലക്കകത്ത് എന്ന് പറയുന്ന സമയത്ത് മൈൻഡിൽ സംസാരിക്കാൻ, ഉള്ളില് അകത്തളത്തിൽ ഡിസ്കഷനും സംസാരവും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ഇൻട്രോവേർട്സ് എന്ന് പറയാം. ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു റെഫറൻസ് നടത്തിയതിന് ശേഷം ഫൈൻഡ് ഔട്ട് ചെയ്ത ഒരു എന്താ പറയാ ഒരു ഡെഫിനിഷൻ ആണ് ഇൻട്രോവേർട്സിന്. ഓക്കെ, ഇനി ഞാൻ എന്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ആമുഖം ഞാൻ പറഞ്ഞുതരാം, എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതായത് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പരിധി വരെ ഇൻട്രോവേർട്സിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ആളുകൾക്കുണ്ട്, അല്ലെ? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈഫ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ വിചാരിക്കാത്ത പല പ്രശ്നങ്ങളും ലൈഫിൽ വരും, അല്ലെ? ചിലപ്പോ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് അത് കണക്ട് ചെയ്ത് പോകുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓട്ടോമാറ്റിക്കലി ഞാൻ ഡൗൺ ആവും, അല്ലെ? എനിക്കിപ്പോ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി, മരണപ്പെടുക, ഒരു മരണം സംഭവിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയിൽ തുടങ്ങിയ ഒരു ബിസിനസ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാണ്, തകർന്ന് തരിപ്പടാകുകയാണ്. ഈ ഒരു സമയത്ത് അയാൾക്ക് സംഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അയാൾ മെന്റലി ആകെ ഡൗൺ ആയിപ്പോ, അല്ലെ? അയാള് എന്താ പറയാ, സാധാരണ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ സമൂഹവുമായിട്ടുള്ള ടച്ച് കംപ്ലീറ്റ്ലി കുറഞ്ഞു വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അയാൾ ഇൻട്രോവേർട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ആർക്കെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ലൈക്ക് അങ്ങനെ ഒരാളെ നമുക്ക് ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ സാധാരണ അയാൾ ഒരു ഇൻട്രോവേർട്ട് ബിഹേവിയർ ഒന്നും അല്ല, പക്ഷെ അയാൾ ഒരു തകർച്ചയിൽ നിന്നും അയാൾ കൂടുതൽ ഉൾവലിഞ്ഞൊരു പ്രകൃതമായി. അങ്ങനെയുള്ള നമുക്ക് ഒരു ഇൻട്രോവേർട്ട് എന്ന് വിളിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഈവൻ വോയിസിലും പറയാം കേട്ടോ. ഓക്കെ, ഇല്ല, പറ്റില്ല. ഓക്കെ, ഇല്ല, യെസ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് പുള്ളി തിരിച്ചു വരാം, പുള്ളി എന്ത് ചെയ്യാം, പുള്ളിയുടെ റിയൽ പേഴ്സണാലിറ്റിയിലേക്ക് വരാം. അത് പുള്ളി താൽക്കാലികമായിട്ട് അണിഞ്ഞ ഒരു മാസ്ക് ആയിട്ട് നമുക്ക് അതിനെ കണക്കാക്കാം. താൽക്കാലികമായിട്ട് പുള്ളി അണിഞ്ഞ ഒരു മാസ്ക്, അത്രേ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. എന്നാൽ റിയൽ ഇൻട്രോവേർട്സ് എന്ന് പറയുന്ന സമയത്ത് ആരാണ് ഈ റിയൽ ആയിട്ടുള്ള ഇൻട്രോവേർട്സ്? നമ്മളെ ഐൻസ്റ്റീന്, അതുപോലെ തന്നെ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളുകൾ, നമ്മളിപ്പോ പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന ഒരുപാട് പഠനങ്ങൾ ലോകത്തിന് വേണ്ടി മുന്നോട്ട് കാഴ്ചവെച്ച ഒരുപാട് ആളുകൾ, ഇങ്ങനെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളെ കാണാൻ പറ്റും. ബിൽഗേറ്റ്സ് ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐൻസ്റ്റീൻ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് അവർക്ക് ഊർജം കിട്ടും, അല്ലെ? നമ്മളൊരു മുറിക്കകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യാറുള്ളത്? നമുക്ക് സ്ട്രെസ് അല്ലേ സാധാരണ കോമൺ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വരാറുള്ളത്? ഒരു മുറിക്കകത്ത്, ഒരു അടച്ചിട്ട ഒരു മുറിക്കകത്ത് ഇരിക്കുമ്പോൾ സ്ട്രെസ് വരും, വല്ലാത്തൊരു സമ്മർദ്ദം ഫീൽ ചെയ്യും. ഓക്കെ, ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്, ഓക്കെ, അവന് സ്വാഭാവികമായിട്ടും സ്ട്രെസ് ആണ് വരിക. പക്ഷെ ഇതേ സാഹചര്യത്തിൽ ഒരാൾക്ക് ഊർജം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആകുന്നുണ്ട്, അയാൾ എന്തൊക്കെയോ കണ്ടുപിടിക്കുന്നു, എന്തൊക്കെയോ പരിപാടികൾ ചെയ്യുന്നു, എന്തൊക്കെയോ എഴുതുന്നു, ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുള്ളി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്സ് ആണ്. പുള്ളിയെ നമുക്കൊരു റിയൽ ഇൻട്രോവേർട്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് പേഴ്സണാലിറ്റി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ലോകത്തില് 60% ആളുകളും ആംബിവേർട്ട് കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും മിഡിലിൽ കിടക്കുന്ന ക്യാരക്ടറാണ് ആംബിവേർട്സ്. ഈ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ഭൂരിപക്ഷ ആളുകളും വരുന്നത്. അതായത് ആംബിവേർട്ടിന്റെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിരിക്കും. എന്നാൽ നമുക്ക് കംഫർട്ട് അല്ലാത്ത ഒരാളടുത്ത് നമ്മൾ ഒരു ആദ്യ തവണ നമ്മളൊരു ഇൻട്രോവേർട്ടിനെ പോലെ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു ചമ്മലോ ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ പിന്നീട് കമ്പനി ആയി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ നമുക്കൊരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണെങ്കിൽ കൂടെ നമുക്ക് അതൊക്കെ ഒന്ന് ട്രെയിൻ ചെയ്ത് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് അവിടുത്തെ ഒരു പേടി കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെ ആയിരിക്കും.
ഈ ഒരു കാറ്റഗറീസ് ആണ് ലോകത്ത് നല്ലൊരു ശതമാനം എന്ന് പറയുന്നത്. പക്ഷെ ഇവര് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അല്ലെ. ഞാൻ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ലൈഫിൽ ഒരു ഡൗട്ട് വരുത്താവുന്ന ഒരു മൊമെന്റ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇൻട്രോവേർട്ട് ആണെന്നുള്ള ഒരു ചിത്രീകരണത്തിലേക്ക് നമ്മൾ തന്നെ പോവുകയാണ്. ഞാൻ ഇൻട്രോവേർട്ട് ആയി, എന്നിട്ട് ഇനി എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ള ആ ഒരു മുദ്ര കുത്തല് നമ്മൾ തന്നെ നമ്മൾ മുദ്ര കുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്കാണ് പോവുക. കാരണം ഒരു ആംബിവേർട്ട് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അന്തർമുഖരായിട്ടുള്ള ഒരാളുടെ ലൈഫ് സ്റ്റൈലിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ അയാൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുക. അയാൾ എന്താ പറയുക, ഇൻട്രോവേർട്ട് ആവുകയല്ല ചെയ്യുക. നമുക്കൊരു പേഴ്സണാലിറ്റീനെ പൂർണ്ണമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പേഴ്സണാലിറ്റീനെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് വേറൊരു സബ്ജക്റ്റ് ആണ്. അതായത് നമ്മൾ പേഴ്സണാലിറ്റീനെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടി അമിതമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസിക നിലക്ക് അതൊരു വിപത്തായിരിക്കും. അതായത് നമ്മുടെ മാനസിക നിലയെ തന്നെ അത് ബാധിക്കാം. നമ്മളുടെ ഇന്നർ സെൽഫിനെ നമുക്ക് വെറുപ്പുണ്ടാക്കാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ട്രാൻസ്ഫോം ആകുന്നതും ഗ്രോത്ത് ആകുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് പറയുന്നത്. അതായത് നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഗ്രോത്ത് ചെയ്യാം. നമുക്കിപ്പോ ഒരു സോഷ്യലായി കുറച്ച് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ സാമൂഹ്യമായിട്ട് ഇടപഴകി ശീലാവുക. അപ്പൊ അവന്റെ ഫിയർ കുറച്ച് കുറയും. ഇങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, എന്റെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ സമൂഹം ഒരു പരിധി വരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാറുണ്ട്, കൂടുതൽ ഇൻട്രോവേർട്ട് ആവാനും അവർക്ക് കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും എന്നെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ് വേണം. എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഓക്കെ അല്ലേ, റെഡി അല്ലേ, ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, പറ്റുന്നവരൊക്കെ ഓഡിയോ അല്ലെ വീഡിയോ ഓൺ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ അഗെയിൻസ് ഒന്നുകൂടെ പറയാണ്. ഓക്കെ, ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് വെച്ചാൽ, ഒരു പരിധി വരെ നമ്മുടെ സമൂഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻട്രോവേർട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഒരുപാട് ആളുകളോട് ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു താമസക്കാരൻ വരികയാണ്. ഓക്കെ, ഈ താമസക്കാരൻ ഞാനാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ വേറെ എക്സാമ്പിൾ ഒന്നും വേണ്ട, എന്നെ തന്നെ എക്സാമ്പിൾ ചെയ്തു തരാം. ഞാനാണ് പുതിയ താമസക്കാരൻ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവിടെ വാടകയ്ക്ക് ഒരു വീട് എടുത്തു. ഞാൻ വീടെടുത്തിട്ട് ഞാൻ എന്റെ മൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളും പുറത്ത് നടക്കുന്ന കാര്യങ്ങളും പറഞ്ഞുതരാം. എന്റെ മൈൻഡിൽ എന്റെ ചിന്തയിൽ നടക്കുന്നത്, വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് ഒരുപാട് വീടുകൾ കാണാം, ആളുകളെ കാണാം. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് വെറുതെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവോ, പ്രശ്നങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞാൻ എന്ത് ചെയ്യാറില്ല, ആരോടും സംസാരിക്കാറോ അധികമായിട്ട് ആരോടും ഇടപഴകാറോ ഇല്ല. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, എന്റെ റൂമിൽ പോകും, എന്റെ ജോലി സ്ഥലത്ത് പോകും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നത് മാത്രം കാണാം. ഞാൻ വീട്ടിൽ നിന്ന് ഒരുപാട് സമയം കഥകടച്ചതിന്റെ അകത്ത് ഇരിക്കുന്നതും ഈ നാട്ടുകാരെന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്തുള്ള വീടുകളൊക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അയൽക്കൂട്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ഡിസ്കഷൻ വരും. ഒരു പയ്യൻ പുതുതായിട്ട് അവിടെ താമസം വന്നിട്ടുണ്ടല്ലോ, റൂമിന്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെയോ പരിപാടികളാണ്, കഞ്ചാവൊക്കെ ആണോ, അങ്ങനെയൊക്കെ ആയിരിക്കോ, കഞ്ചാവായിരിക്കും അല്ലേ, എന്തൊക്കെ ഇപ്പൊ നടക്കുന്നത്, ഇപ്പത്തെ പയ്യന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചിലപ്പോ പുള്ളി ഒരു ഓൺലൈൻ വർക്കർ ആയിരിക്കാം. ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ജോലി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ജോലി ആയിരിക്കാം, എഡിറ്ററോ ഗ്രാഫിക് ഡിസൈനറോ. അപ്പൊ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി കമ്പ്യൂട്ടറിൽ ആ വീടിനകത്ത് ഇരുന്ന് പണിയെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പുറത്തുള്ള കാഴ്ചപ്പാട് അവന് എന്താ പറയാ, തീരെ ആളുകളോടൊന്നും സംസാരിക്കുന്നില്ല. എന്താണെന്നറിയില്ല. നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളെ കാണുന്നുണ്ട് അവന്, പക്ഷെ അവൻ ആരോടും മിണ്ടുന്നില്ല. അവൻ എന്തോ കുഴപ്പമുണ്ട് അല്ലെ, നമ്മൾ അങ്ങനെയാണ് പറയാ. പൊതുവെ നമ്മുടെ ഒരു സർക്കിളിലുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് വിലയിരുത്തുക. അവനെന്തോ പ്രശ്നമുണ്ട് അല്ലെ. നമ്മുടെ ഇപ്പോ കല്യാണ ആലോചനയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, നമ്മുടെ റിയൽ വാല്യൂ മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു കല്യാണ ആലോചനയൊക്കെ നമ്മുടെ നാട്ടിൽ വരണം. അപ്പൊ മനസ്സിലാവും ശരിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാല്യൂ തന്നെയാണോ നമുക്ക് ഉള്ളത് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇമാജ് ആയിരിക്കും മറ്റൊരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, നമുക്ക് തന്നിട്ടുണ്ടാവുക. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ട, വെറുതെ മറ്റുള്ളവരോട് എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചിട്ട് അത് പിന്നീട് ഒരു പ്രശ്നമാവണ്ട എന്ന് കരുതിയിട്ടാണ് ആരോട് സംസാരിക്കാതിരിക്കുന്നതെങ്കിൽ ആളുകൾ വിലയിരുത്തുന്നത് വേറെ രീതിയിലായിരിക്കും. ഇനി ഇതേ സ്ഥലത്ത് തന്നെ വേറൊരു പയ്യൻ വന്നു. ഓക്കെ, വേറൊരു പയ്യൻ, അവൻ ആദ്യം തന്നെ പറഞ്ഞുതരാം, അവൻ പക്ക ഫ്രോഡാണ്. അതായത് അവനെ സംബന്ധിച്ചിട്ട് അവൻ ഈ പറഞ്ഞ എല്ലാ ദുശീലങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കും. പക്ഷെ അവൻ എല്ലാവരെ കണ്ടാൽ അവൻ ചിരിക്കും. ഓക്കെ, അവൻ റോഡിലൂടെ പോകും, ആ എന്താ അമ്മായി സുഖല്ലേ, ചേച്ചി എന്തൊക്കെയാണ് വിശേഷം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ നടന്നു പോവാ. അവനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരിക്കും. മനസ്സിലായോ? നമ്മുടെ ഒരു സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണിത്.
അങ്ങനെ ഇതിപ്പോ നമ്മൾ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ഇപ്പൊ വീട്ടിന്റെ മുമ്പിലൂടെ സ്ഥിരം നടന്നു പോകുന്ന ഒരു പയ്യൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സഹായിച്ചു തരും. അതേപോലെ തന്നെ നമ്മളെ കാണുമ്പോൾ ടാറ്റ പറയുന്നു, നമ്മളെ വിഷ് ചെയ്യുന്നു, നമുക്ക് എപ്പോഴും വിളിച്ചാൽ അവൈലബിൾ ആണെന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നു. ചിലപ്പോ മേ ബി അവനായിരിക്കും ചിലപ്പോ ഒരു റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവമൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന് വിചാരിക്കുക. പക്ഷേ സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുക ഒരാളെ? സമൂഹം വിലയിരുത്തുക എന്ന് പറയുന്നത് ഈ അധികം ആളുകളുമായിട്ട് ഇടപഴകാത്ത ആ ഒരു വ്യക്തി ബാഡ് ആണ്, അവൻ മോശക്കാരനാ, അവന് അവൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിൽ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് പയ്യന്മാരെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ മറ്റേ പയ്യൻ അവൻ അടിപൊളിയല്ലേ, അവൻ എല്ലാ കാര്യത്തിലും ഭയങ്കര ഉഷാർ, ആരെ കണ്ടാലും സംസാരിക്കും, ചിരിക്കും, ഓക്കെ, അവൻ എല്ലാവരെയും ഭയങ്കര കാര്യമാണ്, മറ്റവൻ അങ്ങനെ ആരോട് സംസാരിക്കുന്നില്ല, എന്തോ ഒരു നിഗൂഢതയാണ് എന്നൊക്കെ പറയും അല്ലെ. ഇത് സമൂഹം ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ അങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യാം, ഒരാളെ കൂടുതൽ ഡൗൺ ആക്കും. ഇൻട്രോവേർട്ട് എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ സൂസൻ കെയ്ൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയിട്ടുള്ള ദ പവർ ഓഫ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരു കാര്യമാണ്, ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എല്ലാ വ്യക്തികളും ഷൈ ആയിരിക്കണം എന്നില്ല. നമ്മൾ പറയില്ല ഒരു നാണം കുടുങ്ങി അല്ലെങ്കിൽ ഭയങ്കര ഷൈ ആയിട്ട് മടിയനായിട്ട് ഇങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ, അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ്. ചിലപ്പോ അവന്റെ അകത്തളത്തിൽ അവൻ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. എനിക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പയ്യന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവൻ അപ്പോ അവന്റെ ഒരു ബിഹേവിയർ ഓക്കെ, അവന്റെ ഒരു ബിഹേവിയർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്താ പറയാ, ആളുകളോട് സംസാരിക്കാനും അതുപോലെ തന്നെ സോഷ്യലി ഇടപഴകാനൊക്കെ ഭയങ്കര ഒരു ഫിയർ ഒക്കെയാണ്. അപ്പൊ അവന് എന്താ പറയാ, ഒരു പബ്ലിക്കായിട്ട് ഡാൻസ് കളിക്കുക അങ്ങനത്തെ ഒരു പരിപാടിക്ക് അവന് പോവുകയില്ല. ഒരു ഫാമിലി ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യാറില്ല, വീട്ടുകാരൊക്കെ നിർബന്ധിക്കും, അമ്മ വിളിക്കും, അച്ഛൻ വിളിക്കും, പക്ഷെ അവൻ എന്ത് ചെയ്യാറില്ല, പോവാറില്ല. പോയാൽ തന്നെ പെട്ടെന്ന് അവിടുന്ന് മുങ്ങും. ഓക്കെ, അവൻ അധികം അവിടെ സ്പെൻഡ് ചെയ്യാറില്ല. അങ്ങനത്തെ ഒരു ബിഹേവിയറുള്ള ഒരു പയ്യനാണ്. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവൻ മാനസികമായിട്ട് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട്. ഇവൻ തീരെ എക്സ്പ്രസീവ് അല്ല, അതായത് ഇവന്റെ ഇമോഷൻ ഒന്നും ഇവൻ എക്സ്പ്രസ് ചെയ്യാറില്ല. അവൻ അവന്റെ അകത്തളത്തിൽ തന്നെ എന്ത് ചെയ്യും, അത് ഇങ്ങനെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി കൊണ്ടു നടക്കും. അപ്പൊ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനിക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഡാൻസിങ് എന്ന് പറയുന്നത് സീരിയസ്ലി നല്ലൊരു തെറാപ്പിയാണ്. ഡാൻസിങ് തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി തന്നെയുണ്ട്. ഇപ്പൊ നമ്മുടെ ജിമ്മൊക്കെ മാറിയിട്ട് സുംബയൊക്കെ ആയിട്ടുണ്ട്, കാരണം ഡാൻസ് ചെയ്തിട്ട് ജിം ചെയ്യാം അതുപോലെ. അപ്പൊ ഇവനോട് പറഞ്ഞു, നിനക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഡാൻസ് ഞാൻ ജീവിതത്തിൽ കളിച്ചിട്ടില്ല, ഡാൻസ് ഒന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അല്ലെ, നമ്മളോട് ഇപ്പോ ഇവിടെയുള്ള ഒരുപാട് ആളുകളോട്, ഡാൻസ് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒട്ടുമിക്ക ആളുകളും പറയാ, ഡാൻസോ, ഞാൻ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഡാൻസ് ഒന്നും കളിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറയാറില്ലേ. പക്ഷെ ഡാൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് വല്ലാതെ കൂളാക്കാനും നമ്മളെ ഫിസിക്കലിയും മെന്റലിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതാണ്, നീ ആരുടെയും മുമ്പിൽ പോയിട്ട് ഡാൻസ് കളിക്കണ്ട, നീ റൂമിൽ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, ഇപ്പൊ നീ എന്ത് ചെയ്യുക, വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നിനക്ക് ഇഷ്ടമുള്ള ഡാൻസ് ചെയ്യാൻ, നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പ്ലേ ചെയ്തിട്ട് ആരും കാണണ്ട, നീ ഒറ്റയ്ക്ക് ഡാൻസ് ചെയ്തോ എന്ന് പറഞ്ഞു. അവൻ അത് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അവൻ ഭയങ്കര എന്താ പറയാ, അവനക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവന് മെന്റലി അവന്റെ അന്നത്തെ ആ ഒരു സ്ട്രെസ് ഒക്കെ റിലീഫ് ആകുന്നത് പോലെ അവൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. സീരിയസ്ലി നമ്മൾ ഒരു പരിധി വരെ ഇൻട്രോവേർട്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവര് പറയുന്ന തിയറി അനുസരിച്ച് എല്ലാവരും ഷൈ ആയിരിക്കണം എന്നില്ല. അവരുടെ അകത്തളത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ അവർക്ക് എന്തോ ഒരു തടസ്സം, അവര് ചുറ്റുപാടുകൾ, മറ്റൊരാളുടെ ഒബ്ജക്റ്റിൽ നിന്ന് തിങ്ക് ചെയ്യുക. ഉദാഹരണത്തിന്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താല് അത് ഒരു മോശമായിരിക്കോ, അല്ലെങ്കിൽ എന്താ പറയാ, അതിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകളാണ് അവരെന്ത് ചെയ്യുന്നത്, തടസ്സപ്പെടുന്നത്. അല്ലാതെ ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു പ്രതികരണ രീതി മാത്രമാണെന്നാണ് സൂസൻ കെയ്ൻ എന്ത് ചെയ്യുന്നത്, ദ പവർ ഓഫ് ഇൻട്രോവേർട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു പ്രതികരണ രീതിയാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ പ്രതികരണം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ക്ലാസ് എടുക്കുന്നത്. ചില ആളുകൾ തുള്ളിച്ചാടി ക്ലാസ് എടുക്കും, ചില ആളുകൾ ഒരു സ്റ്റഡി ആയിട്ട് നിന്ന് ക്ലാസ് എടുക്കും. ഓരോരുത്തർക്കും ക്ലാസ് എടുക്കുന്നതിന് ഓരോ മെത്തേഡ് ഉണ്ട്. അപ്പോ നമ്മൾ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ പോകുമ്പോൾ പറയാണ്, ഇങ്ങനെ ക്ലാസ് എടുക്കണം, നിങ്ങൾ ഇങ്ങനെ ഷൈ ആയിട്ട് നിന്നിട്ട് സ്റ്റഡി ആയിട്ട് നിന്ന് ക്ലാസ് എടുക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് സഞ്ചരിക്കണം, ഇങ്ങനെ ചലിക്കണം, തുള്ളണം, എന്നാലൊക്കെ ആളുകൾ ശ്രദ്ധിക്കൂ. പക്ഷേ നമുക്ക് നമ്മളുടെ ബെസ്റ്റ് ആയിക്കൂടെ? നമ്മളൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബെസ്റ്റ് വേർഷൻ ഉണ്ട്. നമ്മൾ എപ്പോഴും അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും നമ്മളുടെ ബെസ്റ്റിനെയാണ്. ഒരാളുടെ കോപ്പി പേസ്റ്റ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സക്സസ് ഉണ്ടാക്കി തരത്തില്ല.
ഒരാളെ കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരെ കോപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെ റിയൽ എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യാനും അതിനെ മേക്ക് ചെയ്തിട്ട് അതിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്സും സന്തോഷവും എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 2010 ദ ജേർണൽ ഓഫ് പേഴ്സണാലിറ്റി സ്റ്റഡിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ഞാൻ ഷോർട്ട് ചെയ്തിട്ട് പറഞ്ഞു തരാം. അതായത് രണ്ട് കുട്ടികള് ജനിക്കുകയാണ്. ഈ രണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രണ്ടു പേരും ജനറ്റിക്കലി ഇൻട്രോവേർട്സ് ആണ്. ഓക്കെ, ജനറ്റിക്കലി അവർ ഇൻട്രോവേർട്സ് ആണ് എന്ന് വെച്ചാൽ രണ്ടു പേർക്ക് കിട്ടിയത് രണ്ട് സാഹചര്യമാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് കിട്ടിയത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവൻ എന്താണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന പാരന്റ്സ്, അവൻ ഓവറായിട്ട് പ്രഷർ കൊടുക്കാത്ത ഒരു പാരന്റ്സിനെയാണ് അവന് കിട്ടിയിട്ടുള്ളത്. അവന്റെ സമൂഹവും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവന് കിട്ടിയിട്ടുള്ളത്. അവനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും. അതായത് അവന് സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കാനും ഒറ്റയ്ക്ക് ഇരിക്കേണ്ട അടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന, ബാലൻസ് ചെയ്യാൻ പറ്റുന്ന, അവന്റെ ഇമോഷനെയൊക്കെ ഒരാളടുത്ത് സംസാരിക്കണം അവന് പ്രശ്നം ഉണ്ടായിരിക്കില്ല, അവൻ പോയിട്ട് സംസാരിക്കും, പക്ഷെ അവന് കൂടുതലായിട്ട് സംസാരിക്കത്തില്ല, അവനെ കുറിച്ച് ഓവറായിട്ട് അവൻ എക്സ്പ്രസ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രോവേർട്ട് ആയിരിക്കും ഇവനൊരു എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഒരു റെഡീംഡ് ആയിട്ടുള്ള ഇൻട്രോവേർട്ട് എന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കുട്ടിക്ക് കിട്ടിയ ഒരു സാഹചര്യം, അവന്റെ പാരന്റ്സ് മറ്റൊരാളെ നോക്കിയിട്ട് അവനെ പോലെ പഠിക്കുക, അവനെ പോലെ ചെയ്യുക, അവനെ പോലെ സ്പോർട്സിൽ ജോയിൻ ചെയ്യുക, അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് അവന്റെ സെൽഫിനെ കാണാതെ അവനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാരന്റ്സും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റുമാണ് ആ ഒരു പയ്യന് കിട്ടിയത് എങ്കിൽ ഇവൻ എന്താ പറയാ, ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ആവാനും സാധ്യതയുണ്ട്. അതായത് ഒരു അൺറെഡീംഡ് ആയിട്ടുള്ള ഇൻട്രോവേർട്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ ഒരു ഇൻട്രോവേർട്ടിനെ രണ്ടായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ നല്ല ഇൻട്രോവേർട്ടിനെയും ചീത്ത ഇൻട്രോവേർട്ട് എന്ന് പറയാം. ഇപ്പൊ ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവർ ഓവറായിട്ടൊന്നും സംസാരിക്കില്ല, പക്ഷെ അവരോട് സംസാരിക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യും. നമ്മൾ ഈവൻ ചില പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, ചില ഡോക്ടേഴ്സ്, ചില ടീച്ചേഴ്സ്, ഇവരൊക്കെ കാണുമ്പോൾ ഓവറായിട്ട് അവർ സംസാരിക്കത്തില്ല, ഓവറായിട്ട് അവർ തമാശകൾ പറയില്ല, പക്ഷെ അവരോട് കറക്റ്റ് ആയിരിക്കും. അവർക്ക് അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ പേടി ഉണ്ടാവില്ല, കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയും. അവർക്ക് ഓവറായിട്ട് ഇങ്ങനെ വൾഗർ ആയിട്ട് നിൽക്കാനൊന്നും ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കില്ല. അപ്പൊ അങ്ങനത്തെ വളരെ അടിപൊളിയായിട്ടുള്ള ഇൻട്രോവേർട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് തരത്തിൽ മാറ്റുന്ന സമയത്ത് ഇവിടെ ഡിഫറൻസ് എന്താണ്? ഈ ഒരു തിയറി അനുസരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സമൂഹമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർമ്മിക്കുന്നത്. ഒരു പരിധിവരെ സമൂഹം തന്നെയാണ് ഒരാളുടെ ബിഹേവിയറിനെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ ബിഹേവിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് മുമ്പ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 40% ഒക്കെ നമ്മുടെ ജനറ്റിക് പാർട്ട് ആണെങ്കിൽ അതിനേക്കാളും ഉപരി ഒരു 60% അടുത്ത് വരെ നമ്മുടെ എൻവയോൺമെന്റ് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ പാരമ്പര്യമായിട്ട് കിട്ടിയ ജീനിൽ നിന്നും നമ്മൾ പുറത്തിറങ്ങുന്നത്, നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, വയറ്റിലിരിക്കുന്ന സമയത്ത് മുതൽ തന്നെ അവരിൽ ആ ഒരു കുഞ്ഞിലേക്ക് ജീവൻ വരുന്ന നിമിഷം മുതൽ അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ത് ചെയ്യാൻ തുടങ്ങും, പ്രവർത്തിക്കാൻ തുടങ്ങും എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങുന്നു. അതായത് നമ്മളിപ്പോ സബ് കോൺഷ്യസ് മൈൻഡിന് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു മെമ്മറി. ഓക്കെ, ഒരു റിസീവർ ഉള്ള ഒരു മെമ്മറി എന്ന് പറയാം. പറയുന്ന കാര്യങ്ങളും ചുറ്റുപാടിൽ നടക്കുന്നതൊക്കെ ഒരു റിസീവർ പോലെ ഏറ്റെടുക്കുന്ന ഒരു മെമ്മറി. ഈ ഒരു മെമ്മറി നമ്മൾ ജീവിതകാലം മുഴുവൻ, നമ്മൾ ഉറങ്ങുന്ന സമയത്തും എല്ലാ സമയത്തും നമ്മൾ മരണപ്പെടുന്ന സമയം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബ്രെയിൻ സിസ്റ്റം ആണത്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൈൻഡ് ഉള്ളിടത്തോളം കാലം നമ്മളുടെ ചുറ്റുപാടുകൾ എപ്പോഴും ഒരു വ്യക്തി, ഒരു കുട്ടി വീക്ഷിച്ചു കൊണ്ടേയിരിക്കും, റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കും. ഒരു കുറ്റപ്പെടുത്തലുകൾ, ഒരു ചീത്ത പേരായിരിക്കാം, അല്ലെങ്കിൽ അവന് കഴിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം. നമ്മൾ പറയാറില്ല, നിനക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ നീ അത് ചെയ്യണ്ട, അല്ലെങ്കിൽ നിനക്കത് പറ്റില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്ന സമയത്ത് ഇതൊരു കുട്ടിയെ വളരെയധികം സ്വാധീനിക്കും. ഓക്കെ, ഇതൊരു ടൈപ്പ് ഓഫ് പാരന്റിങ് ക്ലാസ് പോലെ ആയിപ്പോ ഈ ഒരു ടോപ്പിക് പറയുമ്പോൾ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മോശം ചുറ്റുപാടുകൾ എന്ന് പറയുന്ന സമയത്ത് അതിന് കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഒന്ന് ഭയമായിരിക്കാം ആ ഒരു കുട്ടിയെ അങ്ങനെ ആക്കാൻ കാരണം. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുന്നത് ചിലപ്പോ ദാരിദ്ര്യമായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്ക് അനുഭവിക്കുന്ന ഒരു ഫാമിലി, അത് കണ്ട് വളർന്ന് ഒരുപാട് അടിച്ചമർത്തലുകൾ നേരിട്ട ഒരു കുട്ടിയായിരിക്കാം. പിന്നെ അതുപോലെ തന്നെ തടസ്സങ്ങൾ നിറഞ്ഞ വളർച്ചകള്, അത് ഒരു കുട്ടിയെ വളരെയധികം സ്വാധീനിക്കാം. രണ്ടാമത്തത് ലൈഫിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ട്രോമ, എന്തെങ്കിലും അബ്യൂസുകളായിരിക്കാം.
ഓക്കെ, അത് ഫിസിക്കലി ഉള്ളതോ മെന്റലി ഉള്ളതോ എന്ത് തരത്തിലുള്ളതാണെങ്കിലും ഇതെല്ലാം ഒരു വ്യക്തിയെ സ്വാധീനിക്കും. വ്യക്തിയെ സ്വാധീനിക്കും കുട്ടിയെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ കുട്ടികളായിട്ടല്ലേ ഇവിടം വരെ വന്നേ. നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവും. നമ്മുടെ പാസ്റ്റിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്കറിയില്ലേ? എന്തായിരുന്നു നമ്മുടെ പാസ്റ്റ്? നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയായിരുന്നു? നമ്മൾ ജീവിച്ചു വന്ന ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു എൻവിയോൺമെന്റ്, ഇതുവരെയുള്ള എൻവിയോൺമെന്റ്, അതായത് ഇന്ന് എന്റെ മുമ്പിൽ നിങ്ങൾ ഇരിക്കുന്നത് വരെ നിങ്ങളെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എൻവിയോൺമെന്റ് ഉണ്ടല്ലോ, ഈ എൻവിയോൺമെന്റിന്റെ ഒരു ആകത്തുകയാണ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പേഴ്സണാലിറ്റി എങ്ങനെയായി എന്നുള്ളതിന്റെ ഒരു ഉത്തരം. നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഇന്നേ വരെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു അനുഭവങ്ങൾ തന്നെയാണ് നല്ലൊരു വിധം നമ്മളെ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഒരു വ്യക്തിയെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. പലരും ഇൻട്രോവേർട്സ് അല്ല. ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, കുറ്റപ്പെടുത്തലുകൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് ഇൻട്രോവേർട്ട് ബിഹേവിയർ ആവാറുണ്ട്. അവർ ഒരു ഇൻട്രോവേർട്ട് ആവാൻ അവർക്ക് പറ്റത്തില്ല. അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവരൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്കോ അവരൊരു ഡൗൺ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എനിഗ്രാമിന്റെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എനിഗ്രാം ട്രെയിനർ ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിലും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. എനിഗ്രാമിലെ 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഏകദേശം ഒരു 3-4 തരം പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ എടുത്തു പറയുന്ന ഒരു പേഴ്സണാലിറ്റി ഒരു 4 എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണ്. അതായത് ആ ഒരു ക്യാരക്ടറിനെ പറയുന്നത് ആർട്ടിസ്റ്റ് എന്നാണ്. ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന്റെ പ്രത്യേകത, അവര് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് ഇമോഷണൽ ആകുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. അതുപോലെ തന്നെ അവരുടെ ഒരു അവർക്ക് ഇൻട്രോവേർട്ട് ആവാനും എക്സ്ട്രോവേർട്ട് ആവാനും പറ്റും. ആ ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണത്. അതായത് അവർക്ക് നല്ലൊരു ചുറ്റുപാട് കിട്ടുകയാണ്, അവർക്കൊരു സപ്പോർട്ട് കിട്ടുകയാണ്. അല്ലെ, നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കിട്ടാതെ പോയതും അത് തന്നെയായിരിക്കും. നമ്മുടെ ഉപദേശവും അതേപോലെ തന്നെ നമുക്ക് കൃത്യമായ ഒരു ഗൈഡൻസും ഡിഫറെന്റ് ആണ്. ഓക്കെ, ഒരാളെ നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതും ചുമ്മാ കുറെ എന്താ പറയാ അവരെ അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അല്ലെ, നമുക്ക് പലപ്പോഴും നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ളത് കുറെ അഡ്വൈസുകളായിരിക്കും. അങ്ങനെ ചെയ്യണം, നീ എന്തിനാ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, ചിലപ്പോൾ കുറ്റപ്പെടുത്തലുകളായിരിക്കാം. കൃത്യമായ ഒരു ഗൈഡൻസ്, നിനക്ക് ഇതാണ് പറ്റുക, നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ നീ ബെറ്റർ ആവും, നിന്റെ ബെറ്റർ വേർഷൻ കിട്ടാൻ നീ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഒരു ഗൈഡൻസ് പലപ്പോഴും നമുക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടോ? സി, എന്റെ ഒരു ക്യൂരിയോസിറ്റി മാത്രമാണ്, ഈ ഒരു ക്ലാസ് ശ്രവിക്കുന്ന എത്ര പേർക്ക് അങ്ങനെ ലൈഫിൽ ഒരു കൃത്യമായ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും ടൈപ്പ് ചെയ്യാം. യെസ്, എല്ലാവരും ഒന്ന് കമന്റിൽ വന്നേ, ഒന്ന് കമന്റ് ചെയ്യും. കിട്ടിയിട്ടില്ല? യെസ്, ഓക്കെ. നോ, ഇല്ല, നോ, ഓക്കെ, നോ, റിയലി. എല്ലാവരും കമന്റ് ചെയ്ത് സ്ഥിതിക്ക് പറയാം, സീരിയസ്ലി എനിക്കും കിട്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറയാൻ എനിക്കും കിട്ടിയിട്ടില്ല. നമ്മളെല്ലാവരും ഒരേ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോ ലൈഫിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ലൈഫിൽ വളരെ വൈകിട്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അതായത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, പാസ്റ്റിൽ എനിക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് എന്നെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു, ഇങ്ങനെ കുറെ ചിന്തകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. ബിക്കോസ് നമ്മുടെ ലൈഫിൽ കിട്ടാത്ത കാര്യങ്ങളാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. അത് നമുക്ക് ഇനി എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഏജ് ഔട്ട് ആകുന്നില്ല. മരണപ്പെടുന്നത് വരെ നമ്മുടെ സാധ്യതകൾ അസ്തമിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു തിയറി. അതായത് നമ്മളുടെ ജീവൻ നമ്മളുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ നമ്മുടെ അവസരങ്ങൾ ഇല്ലാതാകുന്നില്ല. നമുക്ക് എപ്പോഴും സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സാധ്യതകളെ കണ്ടെത്തുക, ആ സാധ്യതകൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഓക്കെ. ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു കുട്ടി ഇൻട്രോവേർട്ട് ആവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ചുറ്റുപാടുകൾ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ട്രോമകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീത്തപ്പേര് വന്നതിനെ തുടർന്നുള്ള പേര് നഷ്ടങ്ങളായിരിക്കാം. ഹലോ, യെസ്.
ഞാനേ ഒരു പാരന്റിങ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്, ആരും തന്നെ ഇൻട്രോവേർട്ട് ആയിട്ട് ജനിക്കുന്നില്ല, സ്ട്രിക്റ്റ് പാരന്റിങ് ഒക്കെ അതിന്റെ റീസൺ എന്ന്. അത് ശരിയാണോ? നോ, അല്ല, സീരിയസ്ലി അല്ല. കാരണം ഇൻട്രോവേർട്ട് ആയിട്ട് ജനിക്കുന്ന ആളുകളുണ്ട്, ഇൻട്രോവേർട്ട് ബിഹേവിയർ ഉള്ള ആളുകളുണ്ട്. ഇൻട്രോവേർട്ട് അതിന് ജസ്റ്റ് ഒരു തിയറി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ മുമ്പ് വായിച്ചതാണ്, എനിക്ക് ആ തിയറി ആരുടേതായിരുന്നു ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. അത് ഒരു പഠനമാണ്, വളരെ ലോങ് പീരീഡിലുള്ള ഒരു പഠനമാണ്. അതായത് ഒരു കുറച്ച് കുട്ടികളില്, ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളില് എന്ത് ചെയ്തു, അവരൊരു പഠനം നടത്തി. അതായത് കുട്ടിക്കാലത്ത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും കുട്ടിക്കാലത്ത് തീരെ ആക്റ്റീവ് അല്ലാത്ത കുട്ടികളും. നമ്മൾ ചില ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ, ചില കുട്ടികൾ തീരെ ആക്റ്റീവ് ആയിരിക്കില്ല, അവര് കൈ കാണിച്ച പെട്ടെന്ന് വരത്തില്ല, ആരെ കണ്ടാലും പെട്ടെന്ന് കരയും. അതേപോലെ തന്നെ അങ്ങനെയുള്ള ചില കുട്ടികളെ നമ്മൾ ലൈഫിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോ ഒരു തിയറിയാണിത്. അപ്പോ ഇങ്ങനത്തെ ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നിപ്പിക്കുന്ന കുറെ കുട്ടികൾ, ചെറിയ പിള്ളേര്, അവരിലും അതേപോലെ തന്നെ എക്സ്ട്രോവേർട്ട് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന, ഒരു സ്ഥലത്ത് നിൽക്കാതെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക, എന്തെങ്കിലുമൊക്കെ വികൃതികൾ ഒപ്പിക്കുക, മഴയത്തിറങ്ങി പോവുക, ചളിയാക്കുക, ഫുള്ള് നമുക്ക് അവനെ ക്യാരി ചെയ്യണമെങ്കിൽ ഒരു 10 ആളെങ്കിലും വേണ്ടി വരും. അത്രയും കുരുത്തക്കേടുള്ള, ഭയങ്കര തുള്ളിച്ചാടി നടക്കുന്ന കുട്ടികൾ. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് 2 കുട്ടികളിൽ ഒരു പഠനം നടത്തി. ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ വളർന്നു. ഓക്കെ, ഇവരൊക്കെ വളർന്ന് വലുതായി, യുവാവായി. അതിനുശേഷം ഇവരുടെ മാറ്റങ്ങൾ നോക്കാൻ എന്ത് ചെയ്തു, അതായിരുന്നു ഈ പഠനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ നോക്കിയ സമയത്ത് കുട്ടിക്കാലത്ത് ഇൻട്രോവേർട്ട് ആയിട്ട് ബിഹേവ് ചെയ്ത, ഭയങ്കര ഷൈ ആയിട്ടുള്ള കുട്ടികൾ ഫ്യൂച്ചറിൽ എക്സ്ട്രോവേർട്ട് ആയിട്ട് ബിഹേവ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് പൊട്ടിത്തെറിച്ച് നടന്ന കുട്ടികൾ ഭയങ്കരമായിട്ട് ഷൈ ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് ബിഹേവിയർ ആയിട്ട് മാറി. ഇതൊരു തിയറിയാണ്, മനസ്സിലായോ? അപ്പോ ഇതിൽ തന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം കൂടെ ഉണ്ട്. ജനിക്കും, സ്വാഭാവികമായിട്ടും. അപ്പൊ ഈ ഒരു തിയറി ഫേക്ക് അല്ല. അങ്ങനെയാണെങ്കിൽ ജനറ്റിക്കലി ഒരു കുട്ടി നമുക്ക് ഒരു ഇൻട്രോവേർട്ട് കാറ്റഗറിയിലേക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെങ്കില് ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകളാണ് കേട്ടോ. നമ്മള് വിചാരിക്കാറുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഇൻട്രോവേർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു 60% ആംബിവേർട്ട് ആണ്. നമുക്ക് തെറ്റിദ്ധാരണയാണ്, ഇൻട്രോവേർട്ട് ആണ്, എക്സ്ട്രോവേർട്ട് ആണ്. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടില്ലേ, നമ്മൾ ചില യൂട്യൂബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും, നമുക്കിങ്ങനെ എന്താ പറയുക, തൊലി ഉരിയ എന്നൊക്കെ പറയില്ലേ, ഒരു പബ്ലിക്കിൽ പോയിട്ട് കോപ്രായങ്ങൾ കാണിക്കുക, ചുമ്മാ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ ഒക്കെ മുമ്പ് പോയിട്ട് ഡാൻസ് കളിക്കുക, എന്താ പറയാ, അങ്ങനത്തെ അവര് ധരിക്കുന്ന ചില ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ട് എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ കാണിക്കുക, പ്രാങ്ക് ചെയ്യുക. ചില ആളുകളെ കണ്ടിട്ടുണ്ട്. ചിലപ്പോ അതൊരു എക്സ്ട്രോവേർട്ട് ക്യാരക്ടർ ആയിരിക്കാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ളവരെ കുറിച്ച് തീരെ ബോധവടല്ല. ആരെന്ത് ചിന്തിച്ചാലും അത് അവർക്കൊരു വിഷയമേ അല്ല. അവർക്ക് എന്താണോ തോന്നുന്നത് അത് അവർ ചെയ്തു പോകും. അതുപോലെ തന്നെ അവർക്ക് റെസ്റ്റ്ലെസ് ആക്കി ഇരിക്കാൻ പറ്റില്ല, എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനത്തെ ആളുകളുണ്ട്. അതാണ് ശരിക്കും എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത്. ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു ചില ആളുകളുണ്ട്, എഴുത്തുകാർ, ഒരുപാട് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള എഴുത്തുകാരുണ്ട്. നമ്മളിപ്പോ ഒരുപാട് പോയറ്റ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ബിഹേവിയർ ഇൻട്രോവേർട്സ് ആയിരിക്കും അവര്. കാരണം അവര് ഏകാന്തമായിട്ട് ഇരിക്കുക. നമുക്കിപ്പോ ജസ്റ്റ് ഞാൻ നിങ്ങളോടൊപ്പം പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യും, ഒരു പുസ്തകം എഴുതാൻ പറയാണ്. അപ്പൊ നമുക്ക് എത്ര പേർ ഇരിക്കാൻ പറ്റും? ഒരു ക്ലാസ്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു മുറിക്കകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു ലിമിറ്റഡ് സമയമുണ്ട് നമുക്ക്. ഈ ഒരു ടൈമിന്റെ ആ ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്ട്രെസ് വരും, നമുക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥത വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വരും, ഒരുതരം സമ്മർദ്ദം വരും. ബട്ട് ഇൻട്രോവേർട്സിന് ഇത് വരത്തില്ല. റിയൽ ആയിട്ടുള്ള ഇൻട്രോവേർട്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ കംപ്ലീറ്റ്ലി അലോൺ ആയിട്ടുള്ള അവരുടെ ആ ഒരു പേഴ്സണൽ സ്പേസ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആളുകളാണ്. കാരണം അവര് ഒതുങ്ങി നിൽക്കുന്നത് അവർ കൂടുതൽ ഊർജ്ജസ്വലരാകത്തേ ഉള്ളൂ. അവർ ഒതുങ്ങി നിൽക്കുന്നത് നമുക്ക് എന്ത് ചെയ്യില്ല, ഒരു പ്രശ്നമായിട്ട് കാണാൻ കഴിയത്തില്ല. ചില ഒരുപാട് ട്രേഡിങ് ചെയ്യുന്ന ഒരുപാട് ഇൻട്രോവേർട്സ് ഉണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ റെഫർ ചെയ്യാറുണ്ട്. ഇപ്പൊ കാണുന്നത് എന്താ, നമ്മളിപ്പോ ട്രേഡിംഗ് ഒക്കെ കാണാറില്ല, ഒരുപാട് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഒരുപാട് പഠിക്കുക, റിസർച്ച് ചെയ്യുക. നമുക്ക് ഒരു പുസ്തകം വായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുസ്തകങ്ങളായിരിക്കണം അല്ലെ. നമ്മളിപ്പോ ചില ആളുകൾ പറയും എനിക്ക് നോവൽ വായിക്കാൻ ഇഷ്ടമാണ്, ലവ് സ്റ്റോറി വായിക്കാൻ ഇഷ്ടമാണ്, സീരിയൽ കില്ലറിന്റെ അങ്ങനത്തെ മിസ്റ്ററി ഉള്ള കഥകൾ വായിക്കാൻ ഇഷ്ടമാണ്. നമുക്ക് ചില പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് തീരെ താല്പര്യം. ഇതിപ്പോ എന്താ പറയാ, ഫിസിക്സ് പലപ്പോഴും നമ്മൾക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പലരും വെറുത്ത സബ്ജക്റ്റ് ആയിരുന്നു. കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് അല്ലെ. മാത്തമാറ്റിക്സ് ഒക്കെ അതിലെ ഇക്വേഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും ഒരുതരം എന്താ പറയാ, എന്തൊക്കെയോ കേറുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് അത്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യല്ലോ ഒക്കെ. അപ്പോ അങ്ങനത്തെ ആളുകളാണ് നമ്മൾ കൂടുതൽ. അപ്പൊ നമ്മളുടെ നല്ലൊരു വിഭാഗം ആളുകളും ആംബിവേർട്ട് ആണ് നമ്മള്. അതായത് നമുക്കൊരു
ഇൻട്രോവേർട്ടിന്റെ ഒരു തലത്തിലേക്കും ഒരു എക്സ്ട്രോവേർട്ടിന്റെ ഒരു തലത്തിലേക്കും പോകാം. പക്ഷെ ഇത് രണ്ടും ചിലപ്പോൾ നമുക്ക് സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാലൻസ് ചെയ്യാൻ പഠിക്കുക, നമ്മളുടെ ബെസ്റ്റിനെ കണ്ടെത്തുക. ഇവിടെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, സക്സസ് ആവുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്നല്ലേ കമന്റ് ചെയ്തത്? ഓക്കെ, ഫൈൻ. ഇനി അടുത്ത പറയാൻ പോകുന്ന പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചില കുട്ടികളെ റീസെന്റ് എൻ്റെ ഒരു സുഹൃത്തിന്റെ പെങ്ങൾക്ക് കല്യാണം ആലോചിക്കാൻ പോയ സമയത്ത് ഇതേപോലെ നമ്മൾ ഒരു പയ്യനെ കാണാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു, നീ മനഃശാസ്ത്രം അറിയുന്ന ആള്, നീ എന്ത് ചെയ്യേ, ഓനെ കണ്ടിട്ട് അഭിപ്രായം പറ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഇവന് ഞങ്ങള് ആദ്യം വീട്ടിൽ പോയി, പിന്നെയാണ് ചെക്കനെ കാണാൻ പോയത്. ചെക്കനെ ഡയറക്റ്റ് കാണാൻ പോയി. ചെക്കനെ കാണാൻ പോയ സമയത്ത് ചെക്കന് ഭയങ്കര സംസാരിക്കുമ്പോഴൊക്കെ ഒരു വിറയൊക്കെ പോലെ, അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ ഭയങ്കര പേടി, ഇങ്ങനെ ബാക്കോട്ടേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. ഭയങ്കര ഒരു പേടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അത് ശരിക്കും പുള്ളിയുടെ ബിഹേവിയർ മാത്രമല്ല, പുള്ളിക്ക് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ട്. ആ വ്യക്തിക്ക് ഒരു സ്കിൻ പ്രോബ്ലം ഉണ്ട്. കാരണം പുള്ളിയുടെ സ്കിന്നൊക്കെ, നമ്മളിപ്പോ ഈ ചൂടൊക്കെ വന്നാല് തണുപ്പത്തൊക്കെ നമ്മുടെ സ്കിന്ന് വരാറില്ലേ, ലൈക്ക് ഒരു വെള്ള എന്തോ ഒരു സംഭവം പോലെ. അപ്പൊ പുള്ളിയുടെ സ്കിന്ന് മുഴുവൻ അങ്ങനെയാണ്. അപ്പൊ പുള്ളി ഒരു പരിധി വരെ ഡ്രസ്സൊക്കെ എടുത്ത് കുറെ കവർ ചെയ്തിട്ടുണ്ട്. കവർ ചെയ്യാത്ത ഭാഗങ്ങളിലൊക്കെ അതുണ്ട്. അപ്പൊ പുള്ളി അത് ശ്രദ്ധിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ അങ്ങനെ എന്നെ വിലയിരുത്തുന്നുണ്ടോ എന്നുള്ള ആ ഒരു പേടി, ആ ഒരു ഷൈ പുള്ളിയുടെ ഫേസിലുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ്. പുള്ളിയുടെ ഫാമിലി ഒക്കെ കൂടിയാണ് എന്ത് ചെയ്തത്, പുള്ളിക്കൊരു കടയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്, ഒരു പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ആക്കി കൊടുത്തത്. പുള്ളിക്ക് ഒന്നിനും കോൺഫിഡൻസ് ഇല്ല. പുള്ളിയുടെ ഒരു ബിഹേവിയർ ഒരു പക്ക ഇൻട്രോവേർട്ട് ലൈഫ് സ്റ്റൈലാണ്. കാരണം പുള്ളിയുടെ അങ്ങനെ നോക്കുന്നത്, ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതായത് പുള്ളി അങ്ങനെ ആവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം പുള്ളിയുടെ ശാരീരിക കുറവുകളാണ്. ഒന്നുകിൽ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പുള്ളിയെ കൈപിടിച്ച് ഉയർത്താനോ, നിന്റെ കുറവുകളെ നീ മറക്കണം, നീ നിന്റേതായിട്ടുള്ള സ്കില്ല് കണ്ടെത്തണം, നിന്റേതായിട്ടുള്ള ഒരു ലെവലിലേക്ക് നീ വളരണം എന്നൊക്കെ പുഷ് ചെയ്ത് കൊടുക്കാൻ പുള്ളിക്കാരും ഉണ്ടായിരിക്കില്ല. അല്ലെ, നമ്മളിപ്പോ അവന്റെ കാര്യം അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ. ഇപ്പൊ ഒരു ടിപ്പിക്കൽ ഫാമിലിനെ നമുക്ക് എങ്ങനെ കാണാൻ പറ്റുക? ഒരു ടിപ്പിക്കലി ഉള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത്, ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടിയുടെ ജനന സമയത്ത് നന്നായിട്ട് കെയർ ചെയ്യുന്നു. പിന്നെ കുട്ടിയുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് വളരുന്ന സമയത്ത് നമുക്ക് വരിക. ആദ്യം കുട്ടിയെ മാറ്റിക്കെടുത്താൻ ശ്രമിക്കും. പിന്നെ നമ്മൾ കുട്ടിയുമായിട്ടുള്ള ഓരോ ഏജ് കൂടുമ്പോഴും കുട്ടികളും ആ ഒരു പാരന്റ്സും തമ്മിൽ ഒരു അകൽച്ച വരാറുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന്, അവരെ പുള്ളപ്പ് ചെയ്യുന്ന ഒരു 15 വയസ്സൊക്കെ കഴിഞ്ഞാല് മെയിൻലി ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാട്ടിനോട്, പെൺകുട്ടികളെ എനിക്കൊന്ന് പിന്നെയും കുറച്ചും കൂടെ അവര് നോക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ആൺകുട്ടികളെ ഒരു പരിധി വരെ അവരുടേതായിട്ടുള്ള രീതിയിലേക്ക് തള്ളിവിടാറുണ്ട്. അവൻ സ്വന്തമായി, അവൻ ആൺകുട്ടിയല്ലേ, അവൻ സ്വന്തം ആയിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അല്ല, പലപ്പോഴും ആളുകൾ അങ്ങനെയൊന്നുമല്ല. ഒരുപാട് സപ്പോർട്ട് വേണ്ട ആളുകൾ ഉണ്ടാവും. നന്നായിട്ട് പുഷ് ചെയ്താൽ മാത്രം ലൈഫിൽ രക്ഷപ്പെടുന്നത്. അപ്പൊ ഈ കല്യാണത്തിന്റെ സമയം ആയപ്പോഴാണ് ഇവരുടെ വീട്ടുകാർ പോലും ഇവൻ ഇത്രത്തോളം ഇവന്റെ ഈ ഒരു പ്രശ്നം ഇവനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ശാരീരികമായിട്ടുള്ള കുറവുകൾ ഒരു വ്യക്തിയെ വലിയ രീതിയിൽ ബാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പാഠ്യ മേഖലയിൽ ഉണ്ടാകുന്ന ദുരനുഭവങ്ങൾ, ലൈക്ക് കുറ്റപ്പെടുത്തുക ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ, ചില കുട്ടികൾക്ക് എന്താ പറയാ, മെമ്മറി സ്കില്ല് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ ഇതൊക്കെ പഴയ സിസ്റ്റത്തിലാട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ടീച്ചിങ് മെത്തേഡ്സിലൊന്നും അങ്ങനെ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും ഞാനെന്നല്ല, ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക ആളുകൾ നമ്മളെല്ലാവരും പഠിച്ച സമയത്ത് കുറച്ച് അത്ര നല്ല ഡീലിംഗ് ആയിരിക്കുന്നില്ല നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷെ നമ്മൾ അതിലൊക്കെ നമ്മളുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ പാഠ്യമേഖലയിലൊന്നും ഇന്ന് ഉള്ള ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ കുട്ടിക്ക് ഹേർട്ട് ആവുന്നുള്ള ഒരു ചിന്തയോ ഒന്നും പണ്ട് ഉണ്ടായിരുന്നില്ല സംസാരിക്കുന്ന സമയത്ത്. കാരണം പണ്ട് വിളിപ്പേരുകൾ കൂടുതലായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓരോ കുട്ടികൾക്ക് ഓരോ വിളിപ്പേരുണ്ടാവും. ഒരു കറുത്ത കുട്ടീനെ ചിലപ്പോ എന്താ പറയുക, നമ്മള് ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് ഒരു പയ്യനെ ഞങ്ങൾ വിളിക്കുന്നത് കരി എന്നവനെ. കരി, നമ്മൾ കരി എന്നറിയാം. നമുക്കിപ്പോ ഒരു തീയിൽ നിന്നുണ്ടാകുന്ന ചാരത്തില് നമ്മളിപ്പോ ഒരു മരക്കഷ്ണത്തിന്റെ ഒക്കെ അംശം വരുന്ന ആ ഒരു സംഭവമാണ് കരി എന്ന് പറയാം. കരി എന്ന് വിളിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവനെ വിളിച്ച കരി എന്നാണ്. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ അവനത് എതിർത്തിട്ടുണ്ടാവും. പിന്നെ വിളിക്കുമ്പോൾ അവനതൊരു ശീലമായിട്ടുണ്ടാവും. ബട്ട് അവനത് എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. മേ ബി അവന്റെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ വിളിക്കുമ്പോൾ എൻജോയ് ചെയ്യായിരിക്കും. ചിലപ്പോൾ അവൻ ആ ഒരു പേര് വരുന്ന സമയത്ത്, ചില സമയങ്ങളിൽ ടീച്ചേഴ്സ് പോലും അതിന് പ്രാപ്തരായിട്ടില്ല. കാരണം കോമൺ ആയിട്ട് അവനെ വിളിക്കുന്ന പേര് അതാണ്. അപ്പോ സാറേ കരിയുണ്ട്, സാറേ കരി പറയും എന്ന് പറയുന്ന സമയത്ത്
ടീച്ചേഴ്സിനും ആ ഒരു സാധനം എന്ത് ചെയ്യാൻ തുടങ്ങി, മനസ്സിൽ വരാൻ തുടങ്ങി. അവന്റെ പേര് അങ്ങനെയായി മാറി. അപ്പൊ ഇങ്ങനെ നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന പാഠ്യമേഖലയിലും സ്കൂൾ കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ ഒരു വ്യക്തിയെ വളരെയധികം സ്വാധീനിക്കും. ഒരു വ്യക്തി ഇതിപ്പോ ഒരു ആംബിവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇൻട്രോവേർട്ട് ആയി മാറാം. ഓക്കെ, ഇൻട്രോവേർട്ട് ആയി മാറാന്ന് പറയുന്ന സമയത്ത് അവന്റെ ബിഹേവിയർ ടോട്ടലി എന്താ പറയാ ഉൾവലിഞ്ഞൊരു പ്രകൃതമായി മാറും. അവൻ സോഷ്യലി എനിക്ക് റീസെന്റ് വേറൊരു കേസും കൂടെ പറഞ്ഞുതരാം. ഒരു കൗൺസിലിംഗ് തന്നൊരു പയ്യനുണ്ടായിരുന്നു. അവന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു. അവൻ അത്രയും ഞാൻ എന്റെ ലൈഫിൽ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. കാരണം അവൻ ഭയങ്കര ഷൈ ആണ്, അവന് സംസാരിക്കാൻ പേടിയാണ്. ഇങ്ങനെ ഒരുപാട് പേടികള്. അപ്പൊ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തിയ സമയത്ത് അവൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവന്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ഒരു മെമ്മറി, ലൈക്ക് അവന് ഇതേപോലെ ഹോസ്റ്റലിലൊക്കെ പഠിച്ച സമയത്ത് അവിടെ ലേഡീസ് വാർഡൻസ് ആയിരുന്നു. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവര് കുളിക്കുന്നിടത്തോ അവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവനെ വഷളാക്കി. ജീവിതകാലം ആ ഒരു കാലഘട്ടം മുഴുവൻ അവൻ അങ്ങനെ ഒരു പേര് വീണു. അതിൽ തുടർന്ന് ആളുകൾ എല്ലാവരും, അവൻ ഓൾറെഡി ഒരു പേടിയുള്ള ഒരു വ്യക്തിയാണ്, അവൻ ആളുകളെ അടിച്ചമർത്താൻ തുടങ്ങി. അവൻ ആളുകളെ പേടിയാണ്, സ്ത്രീകളെ പേടിയാണ്. 34 വയസ്സായിട്ട് ഇന്നേ വരെ അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഒരുപാട് ചില ആളുകളുടെ ലൈഫൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. കാരണം ചുറ്റുപാടുകൾ ഒരു മനുഷ്യനെ മാറ്റുന്നത് വളരെ അധികമാണ്. ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, നമ്മുടെ ഒരു സിനിമയിലൊക്കെ ഒരു കാലത്ത് വളരെയധികം പോപ്പുലർ ആയിട്ട് നിന്നൊരു വ്യക്തി ഒരു പ്രശ്നം കാരണം പുള്ളിക്ക് റിക്കവർ ചെയ്ത് പഴയ ലെവലിലേക്ക് വരാൻ പറ്റാത്ത ഒരു നടൻ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ടവർക്ക് ആരാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഒരു ആക്ടർ നമുക്ക് നമ്മുടെ ഇതിൽ കാണാൻ പറ്റും. ഇന്നും പുള്ളിയുടെ സിനിമകളൊക്കെ നമ്മൾ ഓടിച്ച് കാണുന്നുണ്ടാവും. പക്ഷെ പുള്ളിനത് മെന്റലി ബാധിച്ചത് കൊണ്ടായിരിക്കാം പുള്ളിക്ക് ആ ഒരു ട്രോമ ഫേസിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സാധാരണ കാരണം ആർക്കായാലും പുള്ളിയുടെ ഫേസിൽ അത് കാണാൻ കഴിയും. പുള്ളി ഡൗൺ ആണ്, പുള്ളി മെന്റലി ഓക്കെ അല്ല. അപ്പൊ ഇങ്ങനെ ഒരു ചുറ്റുപാടുകൾ വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ അടക്കം, നമ്മുടെ കുട്ടികള്, നമ്മുടെ കൂടെയുള്ള ആളുകള്, ഇവരെല്ലാം എന്തുകൊണ്ട് ഇങ്ങനെയായി, അവര് എന്തുകൊണ്ട് ഷൈ ആകുന്നു, എന്തുകൊണ്ട് അവർ കല്യാണത്തിനൊന്നും വരുന്നില്ല, എന്തുകൊണ്ട് അവർ പരിപാടികളെയൊക്കെ നിഷേധിച്ച് പുറത്തേക്ക് പോകുന്നു, നമ്മൾ എന്തൊരു കാര്യം പറയുമ്പോഴും അവരെന്തുകൊണ്ട് നോ പറയുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ദർ ഈസ് എ റീസൺ. അവര് വന്ന വഴിയാണ് അവരിങ്ങനെ ആവാനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അവരെ മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് പുതിയൊരു വഴി അവർക്ക് തെളിച്ചു കൊടുക്കുക. അങ്ങനെ തെളിച്ചു കൊടുക്കാൻ ഒരാളെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരെന്ന് പറയുമ്പോൾ ഇന്ന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് അത് ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്ക് കൃത്യമായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. എനിക്ക് അവിടുന്ന് കുറെ ക്ലാസ്സുകൾ ഞാൻ കേൾക്കാറുണ്ട്, ഇവിടുന്ന് കുറെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ എന്റെ എന്ന് പറയുന്നത്, എന്റെ ഏർലി ഞാൻ യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്റെ സാധ്യതകൾ എന്ന് പറയുന്നതും യുണീക്ക് തന്നെയാണ്, വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ചെയ്യുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യം തന്നെ മറ്റുള്ളവർ ചെയ്യുന്നതാണെങ്കിൽ കൂടെ അതിന് എന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും. ചിലപ്പോ കൂടുതലും വേറൊരു റീസൺ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു കല്യാണം കഴിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. പുള്ളിക്കാരത്തി ഭയങ്കര എല്ലാവരോടും അങ്ങോട്ടും ഇന്ന് സംസാരിക്കുന്ന ഒരാളായിരുന്നു, ഒരു പെൺകുട്ടിയാണ്. അപ്പോ ഇവര് കല്യാണം കഴിച്ചത് ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ഓഫ് ബിഹേവിയർ ആയിട്ടുള്ള ഒരാളാണ്. പിന്നീട് അവരുടെ കൂടെ ജീവിച്ചതിന് ശേഷം അവരും അതുപോലെ ആവാൻ തുടങ്ങി. അതായത് അവരുടെ ഒരു ബിഹേവിയറും ഒരു പരിധി വരെ എന്ത് ചെയ്തു, അധികം സംസാരിക്കാതെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ അങ്ങനത്തെ സമയങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഒരു മാറ്റങ്ങൾ സംഭവിക്കും ആളുകൾക്ക്. കംപ്ലീറ്റ്ലി ഇൻട്രോവേർട്ട് ആവത്തില്ല, പക്ഷെ എന്നിരുന്നാലും എൻവയോൺമെന്റ് വളരെയധികം ഒരാളുടെ പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചോ. ഓക്കെ, ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തും ചോദിക്കാം. നിങ്ങളുടെ ലൈഫുമായിട്ടോ നിങ്ങളുടെ സുഹൃത്തിന്റെ ലൈഫുമായിട്ടോ ബന്ധമുള്ള എന്തെങ്കിലും ചോദിച്ചോളൂ. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ എന്തെങ്കിലും? ആർക്കും ഒന്നും ചോദിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. ചോദിക്കാനില്ലെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യൂ എല്ലാവരും. ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഒരാളുടെ പേഴ്സണാലിറ്റി, ഇൻട്രോവേർട്ട്. ഓക്കെ, താങ്ക് യു.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളൊന്നും ഇല്ലാതെ ചോദിച്ചോളൂ. ആരോ സർ ഇതില് unmute ചെയ്തു. നമുക്ക് ഒരു പേഴ്സണാലിറ്റി മാത്രമായിട്ട് പറയാൻ പറ്റില്ല. വിങ്സ് ഓഫ് എന്ന് പറയില്ലേ ഇതില്? എന്നിഗ്രാമിൽ നമ്മൾ ശരിക്ക് ഒരുപാട് എനിഗ്രാമിൽ wings പറയുന്നത് എന്നല്ലേ പറയാ? നമ്മുടെ ഈ ബേസിക് ആയിട്ടുള്ള ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ആംബിവേർട്ട് ആ ഒരു മെത്തേഡിൽ അങ്ങനെ വിങ്സ് ആയിട്ടൊന്നും പറയുന്നത്. എനിഗ്രാമിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 എന്ന് പറയുന്ന പേഴ്സണാലിറ്റി there is a 2 ആ. wings. അപ്പോ അവർക്ക് 2 വിങ്സ് ഉണ്ട്. ഒന്നൊരു ഇൻട്രോവേർട്ടിന്റെ വിങ് അതായത് ആണ്, ഒന്നൊരു ആർട്ടിസ്റ്റുകളല്ലേ എക്സ്ട്രോവേർട്ടിന്റെ വിങ് ആണ്. 4? യെസ് യെസ്, ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് ഈ 2 വിങ്ങിലേക്കും പോകാം. ഈ പോകാനുള്ള റീസൺ, അതിന്റെ കീ എന്ന് പറയുന്നത് അവരുടെ എൻവയോൺമെന്റ് തന്നെയാണ്. അവരുടെ എൻവയോൺമെന്റ് ആണ് അവർക്ക് പാസ് ചെയ്യാനുള്ള കീ. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു വ്യക്തി അപ്പൊ ഞാൻ ആ പഠനങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ അത് നമുക്ക് അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഇൻട്രോവേർട്സിന്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ് സൈഡ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഞാൻ പോസിറ്റീവ് സൈഡ് പറഞ്ഞുതരാം. ഇൻട്രോവേർട്സിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ് തിങ്കിങ് ആണ്. അതായത് ആഴത്തിലുള്ള ചിന്തകൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു വ്യക്തി ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇവർ ചിന്തിക്കും. നമ്മൾ എന്തൊരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ടുള്ള സൊല്യൂഷൻസ് ഇവരുടെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. നമ്മളൊരു ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ട് ആരും ചിന്തിക്കാത്ത രീതിയിലേക്കുള്ള തോട്ടിങ്ങിലേക്ക് ഇവർ പോകാം. ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർക്ക് ഒരുപാട് ഓപ്ഷനുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡീപ് തിങ്കിങ് ഇവരുടെ ഒരു സ്കില്ലാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡാണ്. ആഴത്തിൽ ഇവർക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സൊല്യൂഷൻസ് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ശ്രദ്ധയോട് കൂടിയുള്ള ഒരു ലിസണർ ആണെന്ന് പറയുന്നുണ്ട്. നല്ല കേൾവി ശക്തിയുള്ള ഒരു വ്യക്തി. അതായത് മറ്റുള്ളവർ പറയുന്നത് വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് ലിസണിങ് ചെയ്യാൻ ഇവർക്ക് പറ്റും. ഇവർ നല്ല ലിസണേഴ്സ് ആണ്. അതുപോലെ തന്നെ നല്ല ഒബ്സർവിങ് സ്കില്ലുള്ള ആളുകളാണ്. ഈ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ അവർ ചുറ്റുപാടുകൾ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ പറഞ്ഞുതരുന്നു. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഒരു ഇൻട്രോവേർട്ടിന്റെയും എക്സ്ട്രോവേർട്ടിന്റെയും ഉദാഹരണപ്പെടുത്തി പറഞ്ഞുതരാം. ഞാൻ ഒരു കല്യാണ വീട്ടിലൂടെ നടന്നു പോകുമ്പോൾ 2 ആളുകളെ ഞാൻ പരിചയപ്പെടുകയാണ്. എ എന്ന് പറയുന്ന വ്യക്തി ഇൻട്രോവേർട്ടും ബി എന്ന് പറയുന്ന വ്യക്തി എക്സ്ട്രോവേർട്ടും ആണ്. സോ നിങ്ങൾ അവരുടെ ബിഹേവിയർ കണ്ടിട്ട് അവിടുത്തെ നടക്കുന്ന ഇൻസിഡന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവർ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ എന്നുള്ളത്. അതായത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ എന്നെ ദൂരെ നിന്ന് കാണുന്ന സമയത്ത് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് വരും. ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പരിചയപ്പെടും, സംസാരിക്കും. അവൻ സംസാരിച്ചിട്ട് ഞാൻ വിചാരിക്കും ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിക്കും. എന്നിട്ട് അവൻ ലാസ്റ്റ് എന്ത് ചെയ്യും, അന്ന് ഞാൻ കുറച്ച് തിരക്കിന് വേണ്ടിയിട്ട് ഞാൻ പോകും. കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് എസ്കേപ്പ് ആവും. നേരെ മറിച്ച് എ പേഴ്സൺ അങ്ങനെയാണ് കേട്ടോ. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു എ പേഴ്സൺ ആണെന്ന് എ പേഴ്സൺ നമുക്ക് എക്സ്ട്രോവേർട്ട് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്യും. ഇനി ബി നമുക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ, ഞാന് ദൂരെ നിന്ന് അവൻ എന്നെ കണ്ടു, എന്നാലും കണ്ടില്ലാത്ത പോലെ അവൻ നിൽക്കും. ഞാൻ എന്നിട്ട് അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു, ഹായ് എടാ എന്തൊക്കെയാ വിശേഷം, അപ്പൊ ചില ഓക്കെ ഓക്കെ. എന്നിട്ട് അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ചിന്തിച്ച് ചിന്തിച്ച് സംസാരിക്കാൻ തുടങ്ങും. അതായത് എവിടെയാ പോയത് ഞാന്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവൻ തരുന്നതിനൊക്കെ ഡീപ്പ് ക്ലാരിറ്റി ഉണ്ടാവും. അതായത് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി ചെയ്യാണ്, അവിടെ ഇങ്ങനെയാണ്, ഇന്ന സ്ഥലമാണ്, ഇപ്പൊ വന്നു ഇപ്പൊ പോകും, ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിലിംഗ് ഒക്കെ പോകും. എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തിങ്ക് ചെയ്ത് പറയും. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്തിരിക്കും. അവൻ അടുത്തെന്ത് പറയുന്നുള്ള ഒരു ആശങ്ക ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, എന്നാൽ ഇതിന്റെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സണോട് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അവൻ എങ്ങനെയാണ് ഡീൽ ചെയ്തത്, അവനോട് ഞാൻ എന്താ പരിപാടി ചോദിക്കുമ്പോ എന്താടാ അങ്ങനെയൊക്കെ പോകുന്നു, നമ്മളൊക്കെ പച്ച പിടിച്ച് പോണ്ടേ, ഒരു ജോലിയൊക്കെ ഉണ്ട്, എന്തിപ്പോ എന്ത് ജോലി, വളരെ കാഷ്വൽ ആയിട്ട് ഡീൽ ചെയ്യും. അതായത് അവൻ തീരെ തിങ്ക് ചെയ്യാതെ സംസാരിക്കുന്നത്. അവൻ എന്താ പറയാ, നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ സംസാരിക്കുന്നതിനൊക്കെ ക്വിക്ക് ആയിട്ടുള്ള ആൻസേഴ്സ്. എന്ത് ചോദിച്ചാലും ചിലപ്പോ അവൻ പറയുന്നതൊക്കെ പൊട്ടത്തരായിരിക്കാം, എന്നാലും അവൻ അതിൽ പ്രത്യേകിച്ച് വലിയ ഇമോഷൻസ് ഒന്നുമില്ല. പൊട്ടത്തരാണ് പറഞ്ഞത്, ഓ ഇല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല, ആ ഒരു മൈൻഡ് ആയിരിക്കും. പക്ഷെ ഇവന്റെ അടുത്ത് ഇവൻ ഫാൾട്ട് വരുവോ, ഫാൾട്ട് വരാൻ പാടില്ല, ഇത്തരത്തിൽ ഇവൻ ഭയങ്കര കോൺഷ്യസ് ആണ് ഈ ഒരു കാര്യത്തിൽ. സിമ്പിൾ ആയിട്ട് ഇൻട്രോവേർട്ടിനെയും എക്സ്ട്രോവേർട്ടിനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ? ഓക്കെ, ഞാനത് കണ്ടിന്യൂ ചെയ്യാം. പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അത് ഇവരുടെ ലിസണിങ് സ്കില്ല് അപാരമാണ്, നന്നായിട്ട് ശ്രദ്ധിക്കും, നല്ല ഒബ്സർവിങ് സ്കില്ലുള്ള ആളുകളാണ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് സ്വയം പര്യാപ്തത. ഇവര് തനിച്ചിരിക്കാനും അതുപോലെ തന്നെ സെൽഫായിട്ട് കാര്യങ്ങൾ ചെയ്യാനും
കൂടുതൽ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യാതെ കാര്യങ്ങൾ ചെയ്യാൻ ഇവർ ശ്രമിക്കും. മറ്റൊരാൾ ആശ്രയിക്കുന്നത് ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അത് ചോദിക്കാനുള്ള മടിയായിരിക്കാം. ലൈക്ക് അങ്ങനെ എന്തോ ആവാം. അതുപോലെ തന്നെ ചോദിക്കാൻ ഇവർ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ അവരെന്ത് ചെയ്യില്ല, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഇൻഡിപെൻഡന്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോ എന്താ പറയാ, ഒരാൾക്ക് ലൈഫിൽ സക്സസ് ആവാൻ എന്ത് ചെയ്യും, ഇവർ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് പുസ്തകങ്ങളെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഗൂഗിള്, ചാറ്റ് GPT പോലെയുള്ള മാധ്യമങ്ങളെ ആയിരിക്കും. വ്യക്തികളെക്കാളും കൂടുതൽ ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുക, മറ്റു സാധനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുക. അത് പുസ്തകങ്ങളായിട്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് പഠിക്കുക, സെൽഫായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഇപ്പോ ഇൻട്രോവേർട്സിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ചാറ്റ് GPT ഒക്കെ വന്നത്. ചാറ്റ് GPT, ജെമിനി ഇതൊക്കെ വന്നിട്ടുള്ളത് അവർക്ക് വലിയൊരു സാധ്യതയാണ്. കാരണം അവർക്ക് അവരുടെ ആശയങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. കാരണം വേറൊരു ഫാക്റ്റും കൂടിയുണ്ട്. എന്താന്ന് വെച്ചാല് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവര് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വലിയ ടോപ്പിക് ആയിരിക്കും. അല്ലെ, നമ്മളിപ്പോ ഒരു കല്യാണ പരിപാടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഡിസ്കഷൻ എന്താണ്, നമ്മളിപ്പോ എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് പൊതുവെ ആളുകൾക്ക് ഇഷ്ടം. പക്ഷെ ഇവര് ചിലപ്പം വലിയ എന്തെങ്കിലും തിയറീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന, അതിപ്പോ ഒരു നാച്ചുറൽ, യെസ് അതിനെ കറക്റ്റ് ചെയ്ത് പറയാം, എങ്ങനെയായിരുന്നു ഈ ഗ്ലോബൽ വാർമിംഗ് എങ്ങനെയാണ്, അങ്ങനത്തെ വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ എന്തിനാണ് ഇവർ എന്നോട് പറയുന്നത്, ഇതൊക്കെ എന്തിനാ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. അപ്പൊ അവനെ സ്വാഭാവികമായിട്ടും ആളുകൾ ഊക്കും. അതായത് അവനെ എന്ത് ചെയ്യും, കളിയാക്കും. അപ്പൊ നീ എന്തൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അപ്പൊ പരമാവധി അവൻ മിണ്ടാതിരിക്കും. വെറുതെ ഞാൻ സംസാരിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയാം, ചുമ്മാ എന്റെ വായിന്ന് വന്നിട്ട് എന്ത് ചെയ്യണ്ട, എയറിലാവണ്ട എന്ന് കരുതിയിട്ട് അവൻ മിണ്ടാതിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അതൊരു ഫാക്ട് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് 1-2 എക്സ്പീരിയൻസുകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇതില് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതില് അങ്ങനെയാണ് ഞാൻ എന്നുള്ള ഒരു തോട്ടിലേക്ക് വരാനുള്ള ഒരു ഇതായിരിക്കാം. ഇങ്ങനെ ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് നമ്മള് ക്ലാസ് മാത്രമല്ല, അപ്പൊ നിങ്ങളുടെ ഒരു ഇതും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ നന്നാവും. ഒന്ന് കമന്റ് ചെയ്യോ എല്ലാരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത്? ഞാൻ എന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടാവും, നിങ്ങൾ കമന്റ് ചെയ്തോ. ഓക്കെ, ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവർക്ക് കൂടുതലായിരിക്കും. ചിലപ്പോൾ എഴുത്തായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്കില്ലുകളായിരിക്കാം, ചിലപ്പോൾ മെമ്മറി പവർ കൂടുതലായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കഴിവുകളായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്കില്ലുകൾ ഇവർക്ക് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് എന്താ പറയാ, ഒരു കാര്യത്തിൽ ഡീപ്പായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ അതിൽ മുഴുകി ചേരുക എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതുമായിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുക, അതുമായിട്ട് കൂടുതലായിട്ട് ക്ലോസ് ആവുക. ഒരു കവി, ഓക്കെ, ഒരു കവിനെ കുറിച്ച് പറയാം. ഒരു കവി പുഴയെ കുറിച്ച് ഒരു കവിത എഴുതുകയാണ്. അപ്പൊ പുഴയിൽ നിന്നും ആ ഒരു കവി എഴുതുന്ന സമയത്ത് ആ പുള്ളി പുഴയിലേക്ക് ഇറങ്ങി ചെല്ലും. പുഴ അതിന്റെ അടിയിലേക്ക് പോയി അവിടുത്തെ ചെറുമീനുകള്, കല്ലുകള്, അതിനെക്കുറിച്ച് അയാൾക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന കുറെ കല്ലുകളെ കുറിച്ച് അയാൾ സംസാരിക്കും, അവിടെയുള്ള പുല്ലുകളെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ വളരെ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യാനും അങ്ങനെ ചെയ്യാൻ പറ്റും ഇവർക്ക്. ഭയങ്കര ഡീപ്പ് തിങ്കിങ് ഇവർക്ക് കൂടുതലായിരിക്കും. ഡീപ്പ് തിങ്കിങ് പോലെ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യാൻ ഇവർക്ക് പറ്റും, ഒന്നിലേക്ക് ലയിച്ച് ചേരാനും അതുപോലെ തന്നെ അതിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാനും പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവര് ആത്മപരിശോധന ഇവർക്ക് കൂടുതലായിരിക്കും, അത് ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ സ്വന്തത്തെ കുറിച്ച് എപ്പോഴും വിലയിരുത്തിക്കൊണ്ടിരിക്കും, ഇതൊരു പോസിറ്റീവ് തിങ്ക് ആണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഒരു സംയമനം പാലിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് പ്രതികരിക്കില്ല. ഒരു ടൈം എടുത്തുകൊണ്ട് ഇവർ പ്രതികരിക്കുള്ളൂ. ഞാൻ പ്രതികരിച്ചാൽ ഒരു പ്രശ്നമാവൂ, അതിനെക്കുറിച്ച് നെക്സ്റ്റിനെ കുറിച്ച് ഇവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അടുത്തെന്ത് സംഭവിക്കും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കുമോ, അത് ചെയ്താൽ ഇങ്ങനെയാവോ. അപ്പൊ ഇങ്ങനെ ഒരാൾ ഉണ്ടാകുന്ന സമയത്ത് ഇവൻ നമ്മളിപ്പോ ഒരു കമ്പനിയിലോ ഇവിടെയൊക്കെ കാണും, നമ്മളിപ്പോ പല ഫീൽഡിലും കാണാറില്ലേ, പെട്ടെന്ന് ഒരു ഹേർട്ട് ആകുന്ന സമയത്ത് മാനേജർ പോയിട്ട് തല്ലുക, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണുന്ന സമയത്ത് എന്ത് ചെയ്യുക. ഞാൻ പഠിക്കുന്ന സമയത്ത് കോളേജിൽ അടുത്ത പ്രിൻസിപ്പളിന്റെ പയ്യൻ പോയി തല്ലിയിട്ടുണ്ടായിരുന്നു. ചുമ്മാ ചെന്നു അവനെ കുറിച്ച് എന്തോ പറഞ്ഞു, നേരെ പ്രിൻസിപ്പളിന്റെ റൂമിൽ ചെന്നു ഒറ്റൊന്ന് കൊടുത്തു. വളരെ കൂളായിട്ട് അവൻ തല്ലിയിട്ട് പോന്നു. അവൻ എന്നിട്ട് അതിലൊരു റിഗ്രറ്റ് പോലും ഇല്ല എന്നുള്ളതാണ് മെയിൻ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, എപ്പോഴും ഒരു സംയമനം പാലിക്കും.
എന്തിനാ നമ്മൾ പ്രശ്നത്തിന് പോകുന്നുള്ള രീതിയിലൊക്കെ. അപ്പൊ അതൊരു പോസിറ്റീവാണ്. ഈ പറയുന്ന എല്ലാ പോസിറ്റീവ്സും ഒരു ഇൻട്രോവേർട്ടിന് ഉണ്ടാവണമെന്ന് ഞാൻ വാശിയൊന്നും പിടിക്കുന്നില്ല. ബട്ട് പല പോസിറ്റീവ്സും ഉണ്ടാവാം, എന്നാൽ എല്ലാം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെഗറ്റീവ് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവർക്ക് പുതിയ ആളുകളുമായിട്ട് ഇടപഴകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് പുതിയ ആളുകള്, പുതിയ സ്ഥലങ്ങള്, പുതിയ സ്പേസുകള്, ഇത് ഈ ഒരു കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അവർക്ക് ലയിക്കാൻ പറ്റത്തില്ല. പുതിയൊരാളെ ഫേസ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, അതൊന്ന് പരിമിതപ്പെട്ടൊന്ന് സെറ്റായി വരണം. എന്നാൽ അവരെന്ത് ചെയ്യുള്ളൂ, അതൊന്ന് സെറ്റായി വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവഗണിക്കപ്പെടുമോ എന്നുള്ള ഒരു ഫിയർ ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവർ മറ്റുള്ളവരെ വിലയിരുത്തുമോ, അവഗണിക്കപ്പെടുമോ എന്നുള്ള ചിന്തകൾ ഇവർക്ക് കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ പല സാഹചര്യങ്ങളിലും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, അതുപോലെ തന്നെ വിലയിരുത്തലുകൾക്ക് വിധേയമാകാനുള്ള ഒരു പേടി, പിന്നെ അതുപോലെ തന്നെ അവകാശവാദങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ വിട്ടുകൊടുക്കാൻ കൂടുതലും, നീ അത് അത് കൂടുതലായിട്ട് നമ്മൾ വാദിക്കാൻ നിൽക്കൂല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നുള്ള മൈൻഡിൽ അത് ക്വിറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീപ്പ് തിങ്കിങ്. ഈ ഡീപ്പ് തിങ്കിങ്ങിന് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നറിയോ, ഡീപ്പ് തിങ്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓവർ തിങ്കിങ് കൂടുതലായിരിക്കും. എന്താണ് ഈ ഓവർ തിങ്കിങ് ആകുന്നത്? ഓവർ തിങ്കിങ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ, സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുക, നമുക്കൊരു സമ്മർദ്ദം അനുഭവപ്പെടുക, നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു സ്റ്റേജ് ആണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. തിങ്കിങ് ഇസ് എ പോസിറ്റീവ് തിങ്. ഓക്കെ, ഈവൻ ഓവർ തിങ്കിനെയും നമുക്കൊരു പോസിറ്റീവിലേക്ക് ഉൾപ്പെടുത്താം, ആ ചിന്തിക്കുന്ന മാറ്റർ പോസിറ്റീവ് ആണെങ്കിൽ. നേരെ മറിച്ച് ചില ആളുകൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചുമ്മാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഓവർ തിങ്കിങ്. അപ്പൊ ഇതൊരു ഓവർ തിങ്ക് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, അവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കാം, പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കാം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സമൂഹത്തില് ചെറിയ സ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക, ഒതുങ്ങിയുള്ള പ്രവൃത്തികൾ ചെയ്യുക, മുന്നിട്ടിറങ്ങാതിരിക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് ചില ആളുകളിൽ ഡിഫിക്കൽട്ട് ആയിട്ട് കണ്ടു. ഹലോ ആൽഫിൻ ഇവിടെ അല്ലേ? ഓക്കെ ഫൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഓക്കെ ഫൈൻ. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ലൈക്ക് ഒരേ സമയം പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. നമ്മളിപ്പോ പറയാറില്ലേ, ചില സ്ത്രീകളുണ്ട് ഭയങ്കര മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആളുകൾ. കുക്ക് ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ചില സൂപ്പർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ക്യാഷറിലൊക്കെ ഇരിക്കുന്ന ആളുകൾ പൈസ വാങ്ങുന്നു, ബില്ലടിക്കുന്നു, കമ്പ്യൂട്ടറിൽ നോക്കുന്നു, ടാലി ആക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്ന ആളുകൾ. പക്ഷെ ഇവർക്കത് ഡിഫിക്കൽട്ട് ആണ്. ഇവർക്ക് ഒന്നിന് നന്നായിട്ട് ഫോക്കസ് ചെയ്യലാണ് ഇവർക്ക് കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻട്രോവേർട്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആകത്തുക. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇൻട്രോവേർട്സിനെ വിലയിരുത്താൻ പറ്റും. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഒരാൾ നല്ലൊരു വിഭാഗം ആളുകളും ഇൻട്രോവേർട്സ് അല്ല. നമ്മളിപ്പോ പറയാറില്ലേ, ഇൻട്രോവേർട്സിന് പുതിയൊരു പേര് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടാവും, സിഗ്മ മെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ സിഗ്മേനെ കുറിച്ചൊക്കെ ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പക്ക ഇൻട്രോവേർട്ട് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സിഗ്മ എന്ന് പറയുന്നത് ശരിക്കും എന്താ പറയാ, അതൊരു വേറൊരു ആൽഫ സിഗ്മ എന്നൊക്കെ പറയുന്നത് വേറൊരു ടൈപ്പാണ്. അതിനെ നമുക്കൊരു ഇൻട്രോവേർട്ടുമായിട്ടൊന്നും പൂർണ്ണമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻട്രോവേർട്ടിന് അവരുടേതായിട്ടുള്ള നെഗറ്റീവ്സും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും ഓരോരുത്തരുടെ ഇൻട്രോവേർട്ടും ഡിഫറെന്റ് ആയിരിക്കും. ഇതിപ്പോ ഒരു 10 ഇൻട്രോവേർട്സിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവർ 10 പേരായിരിക്കും, 10 സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഇൻട്രോവേർട്ടിന്റെ 10 തലങ്ങളായിരിക്കും. നേരത്തെ എനിയഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ എനിയഗ്രാമില് ഒരുപാട് ക്യാരക്ടർ ഇൻട്രോവേർട്ടുമായിട്ട് കൂടുതൽ കണക്ട് ആയിട്ടുള്ള ആളുകളുണ്ട്. ഒരു മിഡിൽ നിൽക്കുന്ന ഇൻട്രോവേർട്സ് ഉണ്ട്. എന്നാൽ വേറൊരു തരത്തിലുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഇൻട്രോവേർട്ട് ഉണ്ട്. അങ്ങനെ ഇമോഷണൽ അല്ലാത്ത ഇൻട്രോവേർട്ട് ഉണ്ട്. അങ്ങനെ പല തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വർഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ആയിരിക്കും ഇൻട്രോവേർട്സ് ഉണ്ടാവുക. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്ന് പറയുന്നത് ഇവരെ നന്നായിട്ട് മനസ്സിലാക്കാനും ഇവരെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനൊക്കെ ഒരാളെ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷെ അവർ ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക. ഓക്കെ, അപ്പൊ ഇതാണ് റിയൽ ആയിട്ടുള്ള ഇൻട്രോവേർട്സ്. ഞാൻ നമ്മുടെ ടോപ്പിക്ക് ഏകദേശം കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇൻട്രോവേർട്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് റിലേറ്റഡ് ആയിട്ട് ഇനി എന്തെങ്കിലും ക്ലിയർ ആവാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, ഐ ഹോപ്പ് ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫൈസൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ
നമ്മുടെ പേഴ്സണാലിറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇൻട്രോവേർട്ടിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞ പലതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അല്ലെ. ഇതിപ്പോ ഇത് ഞാനായിരുന്നല്ലോ, എനിക്കിങ്ങനെ തോന്നാറുണ്ടല്ലോ. പലപ്പോഴും നമ്മളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഒരു നാട്ടില് ആക്റ്റീവായിട്ട് നിന്നിരുന്ന ഒരു പയ്യൻ ഗൾഫിൽ ജോലിക്ക് പോയി ഒരു പ്രവാസിയായി മാറി. അവൻ ആളുകളുമായിട്ട് തീരെ ടച്ച് അല്ലാത്ത ഒരു സ്ഥലത്താണ് അവന് ജോലി കിട്ടിയത്. അതിൽ തുടർന്ന് അവൻ എന്ത് ചെയ്യാം, ഒരു അന്തർമുഖനായ ഒരു വ്യക്തിയായി മാറാം. പതിയെ പതിയെ ആളുകളുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വരാൻ തുടങ്ങാം. ഒരുപാട് സംസാരിക്കുന്ന വ്യക്തി വളരെ കുറഞ്ഞ് സംസാരിക്കുന്നത് പോലെ ആവാം. എപ്പോഴും വിളിക്കുന്ന ആള് തീരെ വിളിക്കാതാവാം. ഒരാൾക്ക് മാറ്റം എപ്പോഴും സംഭവിക്കാം. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും, പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് എന്റെ റിയൽ എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് 100% ഉപകാരപ്പെടുന്ന ഒരു കോഴ്സാണ് നമ്മളിപ്പോ ഈ 30-ാം തീയതി, അതായത് ഈ തിങ്കളാഴ്ച മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വലിയ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് അതിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് തരുന്നുണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താ നമ്മൾ നോക്കുന്നുണ്ടാവും. അതിനെ ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞുതരും, എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്നുള്ളത് പറഞ്ഞുതരും. അതിനെ തുടർന്ന് എല്ലാ പേഴ്സണാലിറ്റീസിനെ കുറിച്ചും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. എന്താണ് നിങ്ങളുടെ ചുറ്റുപാടിലുള്ള മനുഷ്യർ അല്ലെ. ഞാൻ എന്നെ മനസ്സിലാക്കിയാൽ മാത്രം എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഞാൻ നന്നായാൽ എന്താ പറയാ, നമ്മുടെ സമൂഹം നന്നാന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ സമൂഹം നന്നാകുക എന്നുള്ളത് വലിയൊരു പാർട്ട് തന്നെയാണ്. ഒരു വീട്ടില് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ മാത്രം നന്നായിട്ട് കാര്യമൊന്നുമില്ല. അവൻ നന്നായിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവൻ കൂടുതൽ കുറ്റക്കാരനാവുക ചെയ്യുക. നല്ലവരെ കൂടുതൽ ആക്രമിക്കപ്പെടും എന്ന് പറയാറില്ലേ. അതേപോലെ തന്നെ നമ്മൾ മാത്രം നന്നായാൽ പോരാ, മറ്റുള്ളവരെ കൂടെ മനസ്സിലാക്കുന്ന സമയത്ത് അവരോട് എങ്ങനെ ഡീൽ ചെയ്യാന്ന് കൂടെ നമ്മൾ പഠിക്കണം. ചില ആളുകളുടെ അടുത്ത് ഡീൽ ചെയ്യുന്നത് ഭയങ്കര നാക്കിൽ ഡീൽ ചെയ്യണം. ചില ആളുകൾ പെട്ടെന്ന് ചൂടാകുന്ന ആളുകളോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒപ്പോസ് ചെയ്യാൻ പാടില്ല. അതായത് അവരൊരു കാര്യം പറയുന്ന സമയത്ത് ആ ചൂടിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവർ പറയുന്നത് തെറ്റാന്ന് പറയാൻ പാടില്ല. അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, എഗെയിൻസ്റ്റ് ആയിട്ട് പറയാതിരിക്കുക. കുറച്ച് ടൈം എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ ക്യാരി ചെയ്യാൻ പറ്റും. അപ്പൊ അത് നമ്മളൊരു പേഴ്സണാലിറ്റി പഠിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവുള്ളൂ, എന്താണ് എന്റെ ചുറ്റുപാടുള്ള ആളുകൾ. അപ്പൊ നമ്മുടെ ലോകത്തുള്ള എല്ലാ പേഴ്സണാലിറ്റീസിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ ഇല്ലെങ്കിൽ കൂടെ കഴിയുന്നത് പോലെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ ഹലോ അവിടെ വേറെ സംസാരിക്കാൻ തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഞാൻ എന്തായാലും കൺക്ലൂഡ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ചുറ്റുപാടിലുള്ള എല്ലാ വ്യക്തിത്വങ്ങളെ കുറിച്ചും സമൂഹത്തിനെ കുറിച്ചും സമൂഹത്തിലുള്ള എല്ലാ വ്യക്തിത്വങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അവെയർ ആയിരിക്കണം. മേ ബി നിങ്ങളൊരു പാരന്റ് ആയിരിക്കാം, ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വർക്കർ ആയിരിക്കാം, ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം, വാട്ട് എവർ. ബട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പഠിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ചില ആളുകൾ നോ പറയാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. കടം കൊടുത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണ് അല്ലെ. നമുക്കിപ്പോ ചില ആളുകൾക്ക് നമ്മൾ കടം കൊടുക്കാൻ പാടില്ല, അങ്ങനത്തെ ആളുകളുണ്ട്. ചില ആളുകളെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് സംസാരിക്കണം. റിലേഷൻഷിപ്പിൽ വരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം ഓപ്പോസിറ്റ് ഉള്ള പാർട്ട്ണറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വർഷങ്ങൾ എടുത്തിട്ട് 10-25-40 വർഷങ്ങൾ എടുത്തിട്ടും കൂടെ ജീവിച്ച ഭാര്യയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അവരുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. അവരുടെ ഒരു ബിഹേവിയറും അവരുടെ താല്പര്യങ്ങളും അവർക്ക് എന്നിൽ നിന്നും എന്താ വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ചില ആളുകൾ ചോദിക്കൂല, ഞാൻ എങ്ങനെയാണ് നിന്നെ കെയർ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് അതൊരു ചോദ്യമല്ല, ഒരു റിലേഷൻഷിപ്പിലെ ഒരു ചോദ്യമാണത്. എന്നിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ചില ആളുകൾക്ക് അത് പറയാൻ അറിയില്ല, ചില ആളുകൾ അത് പറയത്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകളെ മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പറ്റുന്നിടത്തോളം നിങ്ങൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, ആ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. റെക്കോർഡ് സെഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഓരോ ക്ലാസ് ലൈവ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡീപ്പായിട്ട് നമ്മൾ എല്ലാ ഡിസ്കഷനും നടത്തുന്നുണ്ടാവും. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം തരും. ഇന്ന് നമ്മൾ ഇൻട്രോവേർട്ടിനെ മനസ്സിലാക്കിയതുപോലെ 27 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്താണ് 27 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി? അതായത് എനിഗ്രാമിലെ 9 ടൈപ്പാണ് ഉള്ളതെങ്കിലും ഇവരെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 27 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഓരോ പേഴ്സണാലിറ്റി എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാം ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം എന്നില്ല, ബട്ട്
നമ്മൾ അതിന്റെ ഒരു ആകത്തുകയെങ്കിലും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെയാണോ പോകുന്നത് മേ ബി കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. നമ്മളെ തന്നെ ബെറ്റർ ആക്കാം, നമ്മുടെ ചുറ്റുപാടിനെയും ബെറ്റർ ആക്കാം, നമ്മുടെ കൂടുതൽ ആളുകളുടെ താല്പര്യം കണ്ടുപിടിക്കാം, ഓക്കെ എക്സെട്ര. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇനിയും നമുക്ക് ഇതുപോലുള്ള ഒരുപാട് വെബിനാർസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, സൈക്കോളജി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സൂസൻ എന്തായിരുന്നു ചോദിച്ചതെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ഉം. സൈക്കോളജി പ്രൊഫഷൻ ശരിക്കും ഒരു എക്സ്ട്രോവേർട്സിനുള്ള ഒരു ജോബ് അല്ലേ? നമ്മളൊരു എനിക്ക് സൈക്കോളജിസ്റ്റുകളാണ്. എനിക്ക് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ അതിൽ പറയാം. എനിക്കത് അങ്ങനെ ഒരു തീരുമാനമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഞാൻ പറയത്തില്ല കേട്ടോ. എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞുതരാം. എനിക്ക് കൂടുതലും തോന്നുന്നത് ആംബിവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കും പറ്റിയ ഒരു പ്രൊഫഷൻ ആണെന്നുള്ളതാണ്. കാരണം ലിസണിങ് സ്കിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. ലൈക്ക് ഒരാൾ നന്നായിട്ട് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക, ക്ഷമ ഉണ്ടാവുക. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു ക്ലയന്റിന്റെ പ്രശ്നം കേൾക്കുമ്പോൾ എന്താ പറയാ, നമുക്ക് ചില പ്രശ്നങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. നമുക്ക് നമ്മുടെ ദേഷ്യം ആദ്യം കൺട്രോൾ ചെയ്യാൻ പറ്റണ്ടേ. ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത്, ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും ഒരു പരിധിവരെ എക്സ്ട്രോവേർട്സ്. അവർക്ക് പറന്നു നടക്കാൻ ഇഷ്ടം. അവർക്ക് ബെറ്റർ ഇത് ട്രെയിനർ ആവുന്നതൊക്കെയാണ്. അതായത് നമുക്കൊരു പബ്ലിക് ട്രെയിനർ ഒക്കെ ഇല്ലേ, ഒരു ട്രെയിനർ, ഇൻഫ്ലുവൻസർ, അതേപോലെ തന്നെ വ്ളോഗർ, അതൊക്കെ അവർക്ക് ബെറ്റർ ഓപ്ഷൻ ആണ്. കാരണം അവർക്ക് അത് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അവർക്കൊരു നമ്മളിപ്പോ ഒരു ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലിനിക്കിന്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ഭ്രാന്ത് പിടിക്കും. എടാ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് പറ്റുന്നില്ല, നമുക്ക് എവിടെയെങ്കിലൊക്കെ പോയാലോ എന്ന് ചോദിച്ചിട്ട് അവന്റെ ഫ്രണ്ട്സിനെ വിളിക്കും. അവനെ ക്ലിനിക്കിൽ അവൻ നിൽക്കുന്നുണ്ടാവില്ല, കേസ് വരുമ്പോൾ മാത്രം അവനും ക്ലിനിക്കിലേക്ക് വരും. അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് മേ ബി ബിഹേവ് ചെയ്യുക. ബട്ട് ഒരു ഇൻട്രോവേർട്ട് അടിപൊളിയായിരിക്കും. അവിടെ നന്നായിട്ട് അവർ ചിന്തിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ പറ്റും. ഇതെന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ഇതെനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് പറയാം. ക്ലിയർ ആയിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടെ ചോദിക്കാലോ. ചോദിച്ചതാരായിരുന്നു? ഞാനായിരുന്നു ചോദിച്ചത്, സൂസൻ. ഓക്കെ ഓക്കെ, സുസൻ മാം പറയൂ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് തോന്നുന്നത് കുറച്ച് എക്സ്ട്രാവേർഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മളുടെ ഒരു ഫീൽഡ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുകയും കോഴ്സുകളൊക്കെ നമ്മൾ തന്നെ, അതിനൊരു എക്സ്ട്രോവേർഷൻ ആണ് കൂടുതൽ സ്യൂട്ടബിൾ എന്നാണ് എനിക്ക് മനസ്സിലായത്. ആംബിവേർട്സിന് പറ്റത്തില്ലെന്നല്ല, എനിക്ക് ആ എക്സ്പ്ലനേഷൻ മനസ്സിലായി. പക്ഷെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ഒന്ന് ലീഡ് ചെയ്ത് നിൽക്കാനും കാര്യങ്ങൾ അറിയാനുമുള്ള ഒരു താല്പര്യം കൂടുതലുള്ളവരിൽ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആകുമെന്നാണ് എൻ്റെ ഒരു എക്സ്ട്രോവേർഷൻ അല്ലേ അതെ, കൂടുതൽ ഫേവറബിൾ. അത് നമ്മളിപ്പോ ഞാനിപ്പോ എനിഗ്രാമിന്റെ കാര്യം പറഞ്ഞല്ലോ. എനിഗ്രാമില് 9 ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൽ 3 ടൈപ്പ് ആണല്ലോ. നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാ, ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് എന്നല്ലേ. ഈ എക്സ്ട്രോവേർട്ടിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ. എക്സ്ട്രോവേർട്ടിൽ പല വിഭാഗങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു വിഭാഗമാണ്, ഇപ്പൊ മാം പറഞ്ഞത് മറ്റൊരു വിഭാഗമാണ്. ചിലപ്പോ അവർക്ക് പറ്റും. സീരിയസ്ലി ഞാൻ പറ്റില്ല എന്നല്ല, അതാ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞത്. ഓക്കെ, അപ്പൊ അതായത് അവർക്ക് പറ്റില്ല എന്നല്ല, മാം പറഞ്ഞതുപോലെ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു ട്രെയിനർ ആകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവരെപ്പോഴും എൻഗേജഡ് ആയിട്ട് ഇരിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവരെ നമ്മൾ ഒന്നിൽ നിർത്തുന്നതിനേക്കാളും കൂടുതൽ ചില ആളുകൾക്ക് ക്ഷമ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഇപ്പോ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളും കൂടെ അല്ലേ മാം. അപ്പൊ മാമിന് അറിയാലോ പേഷ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകള് തീരെ എന്താ പറയാ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക. പക്ഷെ അവിടെയൊക്കെ നമ്മൾ പേഷ്യൻസ് കീപ്പ് ചെയ്യാം. ചിലപ്പോൾ നമ്മളെ കുറിച്ചൊരു പെട്ടെന്നൊരു കുറ്റപ്പെടുത്തലുകൾ വരുന്ന സമയത്ത്, അങ്ങനെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ നിരന്തരം കാണുകയാണ്. ഓക്കെ, നമുക്കിപ്പോ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഒരു കമന്റ് വരുമ്പോൾ ഡൗൺ ആവുന്ന ആളുകളുണ്ട്. ഇതിൽ പെട്ടെന്ന് പ്രതികരിക്കുക, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലെല്ലാം കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ഇവർക്കായിരിക്കും. പിന്നെ എക്സ്ട്രോവേർട്ടിന് പറ്റില്ല എന്നൊന്നും ഞാൻ പറയില്ല, അവർക്ക് പറ്റും. പക്ഷെ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത്. പിന്നെ മാം പറഞ്ഞ പോലത്തെ ടൈപ്പ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ എക്സ്ട്രോവേർട്ട് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് നിൽക്കുന്ന, നിങ്ങളിപ്പോ കണ്ടിട്ടില്ലേ ചില പയ്യന്മാര് ഈ ട്രാവലിംഗ് മേഖലയിലൊക്കെ ഉള്ള പുതിയ പുതിയ സ്ഥലങ്ങളിൽ തേടി പോകുന്ന,
ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടമില്ലാത്ത അങ്ങനത്തെ ആളുകളുണ്ട്. റിയലി അങ്ങനത്തെ ആളുകളുണ്ട്. എനിഗ്രാമിൽ അവരെ കുറിച്ച് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാരക്ടറായിട്ട് തന്നെ അവരെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പല തരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ ഒരു ക്യാരക്ടറിനൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നിനിങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസിൽ നിൽക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഒരു ബേസിക് തിയറി ഉണ്ട്. എന്താണെന്നറിയോ, ആ ഒരു പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു റൂൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ദിവസം പോലെ നാളെ ആവരുത് എന്നുള്ളൊരു നിർബന്ധം അവർക്കുണ്ടാവും. എങ്ങനെയാണോ ഞാൻ ഇന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത നാളെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അപ്പൊ അത് ഒരു തരത്തിലൊക്കെ ഒരു പോസിറ്റീവാണ്. കാരണം ഈ ഒരു ഫീൽഡിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ഇന്നോവേഷൻ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവർ ആ ഫീൽഡ് തന്നെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം അവർ പിന്നെ ട്രെയിനറിലേക്ക് പോകാം, പിന്നെ ഇന്നതിലേക്ക് പോകാം, പിന്നെ ഹിപ്നോട്ടിസം പഠിക്കാം, പിന്നെ അങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, അങ്ങനെ പല തരത്തിലേക്ക് അവർ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് പോവാം. ഒന്നില് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഈ ഒരു മേഖലയിൽ പ്രത്യേകിച്ച്. അപ്പോ അതൊക്കെ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ? Yeah, thank you so much. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ എല്ലാവരും ഇതില് നിങ്ങളിപ്പോ ജോയിൻ ചെയ്ത നിങ്ങളെ വീണ്ടും നമ്മുടെ എനിഗ്രാമിന്റെ ഒരു ക്ലാസ്സിൽ കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പോ നമ്മുടെ ടീമുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ ജോയിൻ ആവാം. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുന്നു. സോ ബൈ. Thank you. വെൽക്കം.